ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു തൈപ്പൂയ നാളിലെ പ്രാധാന്യം ഇതെല്ലാം ഇവിടെ 2023 നമ്മളൊന്ന് പറഞ്ഞു പോയതാ. എങ്കിലും ഇന്ന് തൈപ്പൂയം, വിശേഷിച്ചും ഒരു ചൊവ്വാഴ്ച. സുബ്രഹ്മണ്യനെ ആരാധിക്കാൻ ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ച. അപ്പോൾ ചൊവ്വാഴ്ച തന്നെ നമുക്ക് തൈപ്പൂയം കിട്ടി എങ്കിൽ അത് നമ്മളുടെ മഹാഭാഗ്യ. അതിനും അപ്പുറം തൈപ്പൂയം, പൂയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് 27 നാളുകളുണ്ട്. പണ്ടൊക്കെ മുത്തശ്ശി നാമം ചൊല്ലിക്കുമ്പോൾ ഇങ്ങനെ നാളുകൾ 27 എന്ന് പറഞ്ഞ് നാമം ചൊല്ലിക്കും. അതുകൊണ്ട് നമുക്കറിയാം 27 നാളുകളാണ് എന്നുള്ളത്. അപ്പോൾ ഈ 27 നാളുകളിൽ ഒരു നാളായ തൈപ്പൂയത്തിന്, പൂയത്തിനെ നമ്മൾ തൈപ്പൂയം എന്ന് പറയാൻ അന്നില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മിപ്പിക്കലായിട്ട് പറയാണ്. പൂയം നാള് തൈമാസത്തിൽ വന്നു. അപ്പം എന്താ തൈമാസം? തമിഴ് പഞ്ചാംഗ പ്രകാരം ഈ മകരമാസത്തിനെ അവർ തൈമാസം എന്നാ പറയുക. അതുകൊണ്ടാണ് മകരമാസത്തിൽ വരുന്ന പൂയത്തിനെ നമ്മൾ തൈപ്പൂയമായിട്ട് ആഘോഷിക്കുന്നത്. ഒന്ന് അത്. മറ്റൊന്ന്, അന്ന് വിശദമായിട്ട് ആ കഥ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടി ചുരുക്കി ഇത്തിരി സമയം 5 മിനിറ്റ് കൊണ്ട് പറയാം. എന്തുകൊണ്ടാണ് തൈപ്പൂയത്തിന് ഇത്രയും പ്രാധാന്യം? പൊതുവെ മുരുകൻ അറിയപ്പെടുന്നത് ജ്ഞാനപ്പഴം എന്നാ. എന്തേ അങ്ങനെ അറിയുന്നത്? അറിവിൻ്റെ മൂർത്തിയാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അതുകൊണ്ടാണ് ജ്ഞാനപ്പഴം എന്ന് പ്രത്യേകിച്ച് തമിഴർ വിളിക്കുന്നത്. അറിവിൻ്റെ മൂർത്തിക്ക് അപ്പുറം ഈ സുബ്രഹ്മണ്യൻ ജനിച്ചത് തന്നെ താരകാസുരനെ വധിക്കാനാ. മഹാദേവന്റെ പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയൂ. മഹാദേവന് ശ്രീ പാർവതി ദേവിയിൽ കുട്ടി ഉണ്ടാവണം. തപസ്സിലാണ് രണ്ടാളും. കല്യാണം കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടാവുന്നില്ല. അപ്പൊ എല്ലാ ദേവന്മാരും പരാതി പറഞ്ഞു. അങ്ങനെ മഹാദേവൻ കത്തിജ്വലിക്കുന്ന ഒരു ഭാവത്തിലാ. മഹാദേവന് എത്ര മുഖ? ധ്യേയ പഞ്ചമുഖോ രുദ്ര. മഹാദേവനെ 5 മുഖങ്ങളും 5 ഭൂഷണങ്ങളും 5 ആയുധങ്ങളും ആയി വേണം നമ്മൾ ധ്യാനിക്കാൻ. അപ്പോൾ ആ മഹാദേവന്റെ 5 മുഖങ്ങളിൽ നിന്നും അഗ്നി വരികയാണ്. അതേസമയം ആ ഒരു തൃക്കണ്ണുണ്ടല്ലോ, തൃക്കണ്ണിൽ നിന്നും അഗ്നി പുറത്തേക്ക് വന്നു. ഈ അഗ്നിജ്വാലകൾ ഒരു ഗോളമായി അങ്ങനെ ഒഴുകി നടന്നു. എന്ത് ചെയ്തു? ദേവന്മാരോട്, അഗ്നിദേവനോടും വായുദേവനോടും ആ ഗോളങ്ങളെ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ പറഞ്ഞു. എല്ലാവരും പേടിച്ചു ഭയന്നു. അയ്യോ മഹാദേവ, ദേഷ്യപ്പെടരുതേ, ക്ഷിപ്രകോപിയല്ലേ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ അഭയമുദ്ര. എന്താ അഭയമുദ്ര? ഇങ്ങനെ ഇരിക്കുന്ന കാണാറില്ലേ? ഇത്
വരമുദ്ര, നമുക്ക് വരം തരുന്നതായി. ഇത് അഭയം, നമുക്ക് അഭയം തരും. അഭയമുദ്ര കാണിച്ചു ഇത്രേ, പേടിക്കണ്ടാന്ന്. അങ്ങനെ എല്ലാവരും മഹാദേവനെ അഭയം പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ദേവന്മാർ രണ്ടുപേരും കൂടി ആ അഗ്നിഗോളങ്ങളെ ഗംഗാദേവിയിൽ, ഗംഗാദേവിയാണ് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുക, അവിടെ കൊണ്ടുപോയി ഒഴുക്കി. മാത്രമല്ല അഗ്നിദേവനോടും വായുദേവനോടും പറയാണ്, ഈ അഗ്നിഗോളങ്ങളെ ഗംഗാദേവിയോട് ഈ ഗംഗാ നദിയിൽ തന്നെ ഉള്ള താമരപ്പൊയ്കയിൽ കൊണ്ടുപോയാക്കണം എന്ന് പറയുക. അതിൻ്റെ പേരാണ് ശരവണപ്പൊയ്ക. അതുകൊണ്ടാണ് നമ്മൾ ശരവണഭവ. എന്താണ് ഇവിടെ അമ്പലത്തിൽ വന്നു, എന്ത് നാമാപ്പ ചൊല്ലണ്ടേ? ഇവിടുത്തെ ആർക്കും അത് പറഞ്ഞു തരണ്ട അല്ലേ? പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്, അത് അവസാനം പറയാം. കയറി വരുമ്പോൾ തന്നെ കേൾക്കും, എന്താ? സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം, സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം വള്ളിമണാള സുബ്രഹ്മണ്യം, ഹരായ നമവും ശിവായ നമവും, ഹരായ നമവും ശിവായ നമവും. ഒരു പ്രത്യേക ഒരു എനർജി അല്ലേ? അമ്മമാരൊക്കെ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തത്വങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും പോലെയല്ല. അങ്ങനെ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അഖണ്ഡമായിട്ട്, അതായത് അഖണ്ഡം ധാരയായി മുറിയാതെ, ഇങ്ങനെയാ ഓങ്കാരം മുഴക്കുക. ഒരു ധാരാപാത്രം, എണ്ണപാത്രം ധാര ഒഴിക്കുമ്പോൾ മുറിയാതെ വീഴും പോലെ വേണം അത്രേ ഓങ്കാരത്തെ നമ്മൾ ജപിക്കാൻ. അതുപോലെ നിങ്ങൾ അഖണ്ഡമായി നാമം ജപിച്ച് പൂക്കൾ അർച്ചിച്ച് പുണ്യം നേടി അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ആ ശരവണപ്പൊയ്കയിൽ 6 താമരകളിലായി ഈ അഗ്നിഗോളങ്ങളെ നിക്ഷേപിച്ചു. അവരെന്തായി മാറി? 6 കുഞ്ഞുങ്ങളായി മാറി. ഈ 6 കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തണ്ടേ? അതിനു വേണ്ടി കൃത്തികാദേവിമാർ വന്നു. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതകളാണ് കൃത്തികാദേവിമാർ. അവരെടുത്ത് പാലൂട്ടി വളർത്തിയത് കൊണ്ട് കാർത്തികേയൻ എന്ന പേര് വരെയാണ്. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഉണ്ടായതുകൊണ്ട് സ്കന്ദൻ എന്ന് പേര് വരികയാണ്. നിങ്ങൾ അവിടെ നിന്ന് ജപിച്ചില്ലേ? ഓം സ്കന്ദായ നമഃ. അങ്ങനെ 6 മുഖങ്ങളായി മാറുന്ന കഥ. പിന്നെ അങ്ങനെ പാർവതീദേവി ഇത് കേട്ടറിഞ്ഞു. അങ്ങനെ കുട്ടി ഉണ്ടായിട്ടുണ്ട്, എന്തായാലും അമ്മയുടെ സ്ഥാനല്ലേ, കണ്ടു കളയാം. ഓടിച്ചെന്നു. ഇവരെ 6 ആളെയും കൂടി കേട്ടപ്പോൾ കുമാരാന്ന് വിളിച്ചത്രേ. ഓം കുമാരായ നമഃ. കുമാരാന്ന് വിളിച്ചപ്പോൾ 6 കുട്ടികളും കൂടി ഓടി ഇങ്ങോട്ട് വന്നു, കെട്ടിപ്പിടിച്ചു. 6 ശരീരവും ഒന്നായി 6 മുഖങ്ങളുള്ള കുട്ടിയായി മാറി. ഈ കുട്ടിക്ക് 2 ഭാര്യമാരുണ്ടെന്ന് സ്കന്ദപുരാണം, സ്കന്ദന്റെ പേരിൽ തന്നെ ഒരു പുരാണം നമുക്കുണ്ട്. 18 പുരാണങ്ങളിൽ ദീർഘമായ പുരാണം, 80,000-ലധികം ശ്ലോകങ്ങളുണ്ട് സ്കന്ദപുരാണത്തിലെ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ സ്കന്ദപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട് മുരുകൻ കഥയും. മുരുകനെ പ്രധാന ദൈവമായിട്ടാണ് അതിൽ കാണിക്കുന്നത്. കുമാരായ നമഃ. കുട്ടി ഇതിൽ 2 ഭാര്യമാരുണ്ട് എന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. വള്ളി നായക വേലായുധസുത. അപ്പൊ വള്ളി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടെന്നും, പിന്നെ ദേവസേനകളുടെ അധിപതിയാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ. അതും നിങ്ങൾ അവിടെ ജപിച്ചു. ഓം ദേവസേനാപതയേ നമഃ. ദേവസേന എന്ന ഒരു ഭാര്യ, ദേവയാനി എന്നും പറയും, ഷഷ്ടി എന്നും പേരുണ്ട് എന്നാ പറയുക. ഇങ്ങനെ 2 ഭാര്യമാരും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മുരുകനെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ 6 മുഖം ഉള്ളത് കൊണ്ട് ഷൺമുഖൻ നായി, ഇങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾ ജപിച്ചതിനൊക്കെ പിറകിൽ അർത്ഥങ്ങളും തത്വങ്ങളും ഉണ്ട്. ഇങ്ങനെ മഹാദേവന്റെ കുഞ്ഞായി ജനിച്ച് താരകാസുരനെ വധിക്കാൻ ദേവസേനയുടെ അധിപതിയാക്കി, അതായത് സൈന്യാധിപൻ വേണം. ഇപ്പം മിലിറ്ററി ആണെങ്കിലും അതിലെന്തൊരു കമാൻഡന്റ് വേണം. അതുപോലെ മഹാഭാരതം എടുത്തു നോക്കിയാൽ കഥകളിലെല്ലാം ഓരോ ദിവസത്തെ യുദ്ധത്തിനും ആ സൈനികൻ മരിക്കുമ്പോൾ ആരാണ് അടുത്ത സൈന്യാധിപൻ എന്ന് ചോദിച്ച് അഭിഷേകം ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുപോലെ ഇവിടെ ദേവസേനയുടെ അധിപതിയായി സൈന്യാധിപൻ, മുഖ്യ സൈന്യാധിപനായി ആരെയാ വെച്ചത്? അതുകൊണ്ടാണ് ഓം ദേവസേനാപതയേ നമഃ എന്ന് പറയുന്നത്. മുരുകൻ അങ്ങനെ നിന്ന് യുദ്ധം ചെയ്ത് താരകാസുരനെ വധിച്ചു. എപ്പോഴും ബ്രഹ്മാവ് ഓരോ വരങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നും ആലോചിക്കില്ല. അസുരബുദ്ധിയും ദൈവീ ബുദ്ധിയാണ് ഇവിടെ കളിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ താരകാസുരൻ എന്നൊക്കെ പറയുമ്പോൾ കൊമ്പൊക്കെ വെച്ച് അസുരന്മാർ കണ്ണൊക്കെ ഉരുട്ടി, അതല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവന്റെ ഓരോ കഥകൾക്ക് പിറകിലും ഒരു തത്വമുണ്ട്. ഇപ്പോൾ പ്രഭാഷണ വേദിയിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ 4 മണിക്കൂർ കഥ പറയാൻ മാത്രം നമുക്ക് ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ആ കഥകൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ കഥയും എന്തിനു വേണ്ടി നമുക്ക് പറഞ്ഞു തന്നു, എന്താണ് ഇതിലുള്ള തത്വം എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ താരകാസുരനെ വധിച്ചു. ആ നാളാണ് ഇന്ന് തൈപ്പൂയം. അപ്പോൾ എന്തിനു വേണ്ടിയാ ഈ അസുരനെ ഇങ്ങനെ ദേവന്മാർ വധിക്കുന്നേ?
ലക്ഷ്മി ഭഗവതി ഗോക്കളോട് പറയുന്ന ഒരു കഥയുണ്ട്. നിങ്ങളിൽ ഞാൻ വസിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ആരും മാനിക്കില്ല എന്ന്. അതുപോലെ ഇവിടെ അസുരന്മാരുടെ കൂടെ ലക്ഷ്മി വസിക്കുന്നില്ല. ദേവന്മാരുടെ കൂടെയാണ് ലക്ഷ്മി ഭഗവതി ഉള്ളത്. ദേവന്മാരെയാ സ്വീകരിച്ചത്. കുറച്ചെങ്കിലും നല്ല കാര്യം ചെയ്യുന്നവരെ ലക്ഷ്മി സ്വീകരിക്കൂ. ആ ഒരു കഥ മഹാഭാരതത്തിലത്തെ പറയാം. ഇങ്ങനെ ഈ അസുരന്മാരുടെ കൂടെ ലക്ഷ്മി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്നും കഷ്ടപ്പാടും ദുരിതം. നല്ലതൊന്നും അവർ ചെയ്യില്ല. ഭഗവാൻ എന്താ പക്ഷപാതിയായി നിൽക്കുന്നത്? കാരണം അസുരന്മാരെപ്പോഴും ഇങ്ങനെയുള്ള ഓരോ ദുഷ്ടത്തരങ്ങളെ ചെയ്യൂ. നല്ലത് ചെയ്യുന്നവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ സമൂഹത്തേക്ക് നോക്കിക്കോളൂ. ഈ ആസുരിക സ്വഭാവമുള്ള ഒരുപാട് വ്യക്തികൾ പത്രം ഇങ്ങോട്ട് തുറന്നാൽ മതി നമുക്ക് കാണാം, അല്ലേ? ഇന്നത്തെ പത്രത്തിൽ തന്നെ എന്താ കണ്ടത്? ഫേസ്ബുക്കിലൂടെ കണ്ട് കല്യാണം കഴിച്ച് പിന്നെ ആ ഭാര്യമാര് പരിചയമായി വീണ്ടും മനസ്സിലാക്കുകയാണ് അവർ ഒരേ ഭർത്താവ് പറ്റിക്കാൻ നടക്കുകയാണ്. ഇതാണ് ലോകം. മനുഷ്യൻ്റെ മനസ്സെന്താണോ, നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിൽ സ്നേഹം കൂടുതലാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്നവരാണ് സ്ത്രീകൾ. അവരെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും. അമ്മ പറയും 3 വട്ടം പറഞ്ഞാൽ മൂത്രവും കുടിക്കുന്നു. സത്യത്തിൽ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ സ്ത്രീകൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന ആ ഒരു സോഫ്റ്റ് കോർണർ മനസ്സിലാക്കിയിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹം അവരെ. എല്ലാവരും ഇല്ല കേട്ടോ. നമുക്ക് എന്തിനാ ബുദ്ധി തന്ന് വിവേകം തന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ? എന്തുകൊണ്ട് അവരത് ചിന്തിക്കുന്നില്ല? അവരുടെ ബുദ്ധിക്ക് വളർച്ച വരുന്നില്ല. ഇപ്പം നോക്കൂ, നമ്മുടെ ഈ വിളക്ക് ത്രിദേവതകളും ത്രിമൂർത്തികളും കുടികൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് വിളക്കിന് ഇത്രയും തത്വം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വെക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഒരു പുല്ലായും വിളക്കും അത്ര എനിക്ക് വേണ്ടു. ആ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അങ്ങോട്ട് തോന്നിക്കും, കണ്ണങ്ങോട്ട് അടച്ചാൽ മതി. അത് ആ ഭഗവാനിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അനുഗ്രഹം. ഈ വിളക്ക് അങ്ങനെ കത്തി നിൽക്കണ അത്രയും സമയം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ കഴിയും. വിളക്കില് ത്രിമൂർത്തികൾ ബ്രഹ്മം വിഷ്ണു മഹേശ്വരനുണ്ട്. ത്രിദേവതകളും കുടികൊള്ളുന്നു. പൂർണ്ണമായില്ലേ? എങ്ങനെയാ ത്രിദേവതകൾ കുടികൊള്ളുന്നത്? വെറും ഒരു വിളക്ക് ഇരിക്കുകയാണെങ്കിൽ അതിൽ ദേവതകളില്ല, ത്രിമൂർത്തികളേ ഉള്ളൂ. നമ്മളത് ദീപം തെളിയിച്ചു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ശംഖ് മണി വിളക്ക് ഗ്രന്ഥമൊന്നും തിരുമേനി താഴെ വെക്കില്ല, തളികയിലേ വെക്കൂ, ഭൂമിക്ക് അതിൻ്റെ ഭാരം താങ്ങില്ല എന്നാ പറയുക. ഇപ്പോൾ ഇവിടെയും വിളക്ക് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഈ കത്തിയും കൊണ്ടിരിക്കുന്ന നാളത്തിൻ്റെ കളർ എന്താ? ലക്ഷ്മി, നാണയത്തിൻ്റെ കളറാണ്. അത് ലക്ഷ്മി ദേവിയെയാണ് ഈ നാളം സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇതിൽ നിന്നും പ്രകാശം വരുന്നുണ്ട് നമുക്ക്, അല്ലേ? ചില അമ്മമാർ പറയും അവനൊരു വെളിച്ചം വെച്ചിട്ടില്ല, എപ്പോഴും ഒന്നിനൊരു വകതിരിവില്ല. ഈ വെളിച്ചം ആണെന്ത്? പ്രകാശം. പ്രകാശം നമ്മുടെ ബുദ്ധി, മേധാശക്തി എന്ന് പറയൂ. മേധ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി. വേദത്തിൽ പറയുന്നതാ മേധയെ സങ്കല്പിക്കുന്നു. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ ബുദ്ധി ആരാ? സരസ്വതിയാണ്. ഇനി അതും കഴിഞ്ഞാൽ ഒരാളും കൂടി ഉണ്ട്. ഇതിൽ നിന്നൊരു ചൂട് ഇങ്ങനെ വരുന്നുണ്ട്, ഇല്ലേ? പ്രകാശവും നാളവും കൂടാതെ ആ ചൂട്, മഹാദേവന്റെ ചൂടാരാ? ശ്രീ പാർവതീ ദേവിയാണ്. ഇതിൽ നിന്ന് വരുന്ന ആ ചൂട് പാർവതീ ദേവിയാണ്. ഇപ്പൊ ത്രിദേവതകളും ആയില്ലേ? ഇത്രയും സങ്കല്പം ഹൈന്ദവൻ കൊളുത്തുന്ന വിളക്കിന് പിറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വിളക്കിന് സത്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യുന്നു. കാരണം രാവിലെ സർവസാക്ഷിയായി സൂര്യഭഗവാൻ ഉണ്ട്. നമ്മളെല്ലാ കർമ്മസാക്ഷി എന്നാ പറയാ. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ വിചാരം എന്താ? ഒന്നും ആരും കാണുന്നില്ല, പക്ഷെ കാണുന്നുണ്ട്, സർവസാക്ഷിയാണ്. ഇതേ രാത്രിയായ സൂര്യഭഗവാൻ പോയി വിളക്കിൻ്റെ നാളമായിട്ട് നമുക്ക് ആരുണ്ട്? കർമ്മസാക്ഷിയായി അഗ്നിദേവൻ കുടികൊള്ളുന്നു. സർവമംഗള കാര്യങ്ങൾക്കും എന്താ? വിളക്കാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ തൈപ്പൂയ നാളിൽ താരകാസുരനെ വധിച്ചു. അതാണ് പറഞ്ഞു വന്നത്. ആസുരീക സ്വഭാവമുള്ളവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും, സൊസൈറ്റിയിലുള്ളവര്. ഇത്തിരിയെങ്കിലും ദൈവിക സ്വഭാവം, ആസുരി സമ്പത്തിന് കുറവുള്ളവർ ഇല്ലാന്നല്ല, ആ ദൈവിക സമ്പത്ത് കൂടുതലുള്ളവർ എന്ത് ചെയ്യും? സ്റ്റെപ്പ് കയറി ഇവിടെ വന്നിരിക്കും. അങ്ങനെയുള്ളവരെ ഇവിടെ ഇരിക്കൂ. കാരണം ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ സംഘർഷണം കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു 7:45 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ അങ്ങനെ ഇരുന്നോളും. അത് എൻ്റെ കഴിവൊന്നുമല്ല, മുരുകൻ തീരുമാനിക്കുകയാണ്. ഇവരിങ്ങനെ ഓടിപ്പടഞ്ഞ ആകെ കൂടെ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തില്ലേ, ബുദ്ധിമുട്ടിലാണ്, അവർക്ക് ഇത്തിരി ശാന്തി സമാധാനം കൊടുക്കട്ടെ. അങ്ങനെ
ഇത്തിരി ശാന്തിയോടുകൂടി ഇവിടെ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ ദൈവീ സമ്പത്ത് ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിലുള്ള ദൈവീ സമ്പത്തുള്ളവരുടെ കൂടെ ഈശ്വര സഹായം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആരെ സഹായിച്ച്? ദേവസേനാപതിയായി മുരുകൻ സഹായിച്ചു എല്ലാ ദേവന്മാരെയും. അവിടെയൊക്കെ ദൈവീ സമ്പത്ത് ഇത്തിരിയെങ്കിലും ഉണ്ട്. കാരണം ഓരോ യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തുമ്പോൾ ഈ ദേവന്മാരാ നമ്മളെ അനുഗ്രഹിക്കുന്നത്, അസുരന്മാരല്ല. നമ്മുടെ സൊസൈറ്റിയിലുള്ള അസുരന്മാരെന്താ? ഇപ്പോഴും വല്ലോടത്തൊക്കെ പോയി ഇന്ദ്രിയങ്ങളുടെ പുറകെ ഇങ്ങനെ പാർക്കിലും ബീച്ചിലും പോവണ്ടെന്നല്ല കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൽ, പ്രത്യേകിച്ചും ഒരു തൈപ്പൂയ നാളിൽ ഒരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മളവിടെ വിട്ട് പോവരുത് എന്നാ. തട്ടകത്ത് കൊടി കയറിയാൽ അല്ലെങ്കിൽ കൂറിട്ടാൽ അവിടെ വിട്ട് പോവരുത് എന്ന് മുത്തശ്ശി പറയും. അതുകൊണ്ടാണ് അത് നമ്മളവിടെ ഉണ്ടായിരിക്കണം. ഒന്നും ചെയ്യാനൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങോട്ട് വന്നാലോ നമുക്ക് പലതും ചെയ്യാനുണ്ടാവും. ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുത്രേ. നിങ്ങളൊരു പുല്ല് നുള്ളി ഇടുമ്പോൾ വരെ അതവിടെ അങ്ങനെ എഴുതപ്പെടുന്ന പറയുക. ക്ഷേത്രത്തിൽ വന്ന് ചെയ്യുമ്പോൾ വീട്ടിൽ ചെയ്താലോ അതിന് അത്ര ഫലമില്ല. കർമ്മം ചെയ്യുന്നതിന് ഫലമുണ്ട്, പക്ഷെ അത് നമ്മളുടെ കടമയാണ്. കർമ്മം നമ്മുടെ മക്കളെ നോക്കുക, വീടും പരിസരവും ശുദ്ധിയായി വെക്കുക എന്നൊക്കെ ഉള്ളത് ലക്ഷ്മിയുടെ കഥയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അല്ല എനിക്കിപ്പോൾ എന്താ അതിൻ്റെ കാര്യം ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് വിചാരിക്കാത്തവരാണ് ഭഗവാൻ ഏറെ അടുത്ത് നിൽക്കുന്നവർ എന്ന് പറയുക. ഇങ്ങനെ ആസുരിക സമ്പത്തിനെ വധിച്ച താരകാസുരൻ എന്ന നമ്മുടെ മനസ്സിലെ അസുര സമ്പത്തുകളെ വധിക്കാൻ കഴിവുള്ള ദേവനാണ് ശ്രീ മുരുകൻ. അതുകൊണ്ടാണ് തൈപ്പൂയ നാൾ നമ്മൾ ഇത്രയും വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി അന്ന് തന്നെ ഒരു ഭക്തി പ്രഭാഷണം വയ്ക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രഭാഷണം കേട്ടു, അതിന് മുമ്പത്തെ വർഷം ഞാൻ ഇവിടെ വന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കി രാവിലെ, അന്ന് എന്തൊക്കെയാ അപ്പോൾ പറഞ്ഞാവോ, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആവർത്തന വിരസത വേണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലായത് 4-5 എപ്പിസോഡായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നു, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് അപ്പോഴാണ് ചിന്തിച്ച്. ഇപ്പോൾ 1 മണിക്കൂറേ പറയാറുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഈ പ്രഭാഷണം എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സിനെ കടയല. പാലാഴി മദനം കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ പൊന്തി വന്നത്? കാളകൂട വിഷ. ഇവിടെ ഇരിക്കും ചിലർ വന്നിട്ട്, പിന്നെ അങ്ങനെ ഞെരിവിരിയൊക്കെ കൊള്ളും. പല സദസ്സും പല മാതിരി. അവർക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ വയ്യ. മനസ്സിന്ന് ആദ്യം വരും, എന്താ ഇപ്പം ഈ പറയുന്നത്, ഇതൊക്കെ ഉണ്ടോ, എന്താ കാര്യം അല്ലേ, വീട്ടിൽ പോയാൽ ഒരു സീരീസ് കാണാമായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കും. എന്താന്നോ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പുറകെ അങ്ങനെ പോവുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതായത് ഇന്ദ്രിയങ്ങളുടെ പിറകെ പോയാൽ ഈ വിളക്ക് ഈ വിളക്കിൻ്റെ വെളിച്ചം കണ്ടതിൽ വീണിട്ട് അതിൻ്റെ ജീവൻ പോകുന്നത് പോലെ നമ്മളുടെ ജീവിതവും വെറുതെ നശിച്ചു പോകും. അതുകൊണ്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പാലാഴി മദനം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പൊങ്ങി വന്നു? ഭഗവാന്റെ ചന്ദ്രക്കല പൊങ്ങി വന്നു, ഉച്ചൈശ്രവസ് പൊങ്ങി വന്നു, ലക്ഷ്മി ദേവി പൊങ്ങി വന്നു, അങ്ങനെ പലരും പൊങ്ങി വന്നു. ഇങ്ങനെ എല്ലാം പൊങ്ങി വന്നതിന് ശേഷം അവസാനം ആണ് അമൃത് വന്നത്. പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ മനസ്സ് കടഞ്ഞ് അമൃത് പൊങ്ങി വരണം. ഓരോ വർഷങ്ങളിലും പ്രഭാഷണം കേട്ട് കുറച്ചെങ്കിലും അമൃത് രുചിച്ചവരാണ് പിന്നെയും ഇവിടെ ഓടി വന്ന് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ വന്നപ്പോഴേ നാമജപം അത് കഴിഞ്ഞു 7 മണി ആയപ്പോഴേക്ക് തന്നെ ഇവിടെ കസേരയിലൊക്കെ എല്ലാവരും വന്നിരുന്നൂലേ. പിന്നെയും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം നമുക്ക് ആത്മീയമായ ഒരു സുഖം എവിടുന്ന് കിട്ടിയാലും പിന്നെ നമ്മൾ എപ്പോഴും അവിടെ വന്നിരിക്കും. പിന്നെ ലൗകികമായ സുഖമോ, 2 തരം സുഖമാണ് നമുക്കുള്ളത്. ഒന്ന് ലൗകിക സുഖങ്ങൾ. എന്താ, രാവിലെ മുതൽ തുടങ്ങുകയാണല്ലേ സുഖിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും എന്തിനു വേണ്ടി ആഗ്രഹിക്കുക? മഹാഭാരതത്തിലെ ഒരു കഥ ഉണ്ട്, അത് ചേർത്ത് പറഞ്ഞു തരാം. കഥകളാ എല്ലാവർക്കും ഇഷ്ടം. ഈ ആത്മതത്വം മാത്രം പറഞ്ഞാൽ ഉറക്കം വരും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്താ? എനിക്ക് സമ്പാദിക്കണം, സുഖിച്ച് ജീവിക്കണം, ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കണം, ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ലക്ഷ്മി ഭഗവതിയുടെ ഒരു സ്വഭാവം എന്താ? ഒരു ദിവസം രുക്മിണി ദേവിയും ശ്രീകൃഷ്ണനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ലക്ഷ്മി ഭഗവതി അവിടെ വന്നു. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ തന്നെ രുക്മിണി ചോദിച്ചു, ഹേ ലക്ഷ്മി, ദേവി എവിടെയാണ് വസിക്കുന്നത് എന്ന്. അപ്പം ലക്ഷ്മി ദേവി വളരെ വൃത്തിയായിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ആഗ്രഹിക്കും, പക്ഷേ ഈ പാലാഴി കടഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി പൊങ്ങി വന്നപ്പോൾ എല്ലാവരും വരണമാലിയായിട്ട് അത്ര വന്നേ, ഇതാ ഇവിടെ ഇട്ടോളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ട പ്രാരാബ്ദം എന്ന് പറഞ്ഞ് നിൽക്കുക ഭഗവാന്റെ കഴുത്തിൽ കൊണ്ടേയിട്ടു. അതുപോലെയാണ് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇവിടെ ഒന്ന് സേവനമായിട്ട് ചെയ്യുന്നില്ലേ, ഇന്നിപ്പോൾ ജോലിക്ക് പോകണ്ട, തൈപ്പൂയല്ലേ, ചൊവ്വാഴ്ചയായാലും ഇവിടെ ലീവ് എടുത്തു ഇവിടെ വരുന്നു, അവരേനെ
ലക്ഷ്മി അനുഗ്രഹിക്കും. അതായത് എന്താ, അത്യാഗ്രഹം ഇല്ലാത്തവരുടെ കൂടെ ഞാൻ താമസിക്കും. പിന്നെയോ ചോദിച്ചു. അപ്പൊ പറയാണ്, എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ, ക്രോധം ഇല്ലാത്തവരുടെ കൂടെ ഞാൻ താമസിക്കും. ഇത് ലക്ഷ്മി ഭഗവതിക്ക് ഇഷ്ടമില്ലാത്ര ദേഷ്യപ്പെടുന്നത്. നിങ്ങളൊരു വ്യക്തിയെ, നമുക്ക് ജീവിതത്തിലെ ഒരുപാട് വ്യക്തികളെ പരിചയമുണ്ട് അല്ലേ? ഫോൺ എടുത്ത് നോക്കിയാൽ, കോണ്ടാക്ട് നോക്കിയാൽ അറിയാം നമുക്ക് എത്ര വ്യക്തികളുമായിട്ടേ പരിചയമുള്ളൂ എന്നുള്ളത്. അതിൽ തന്നെ വളരെ ചുരുക്കമായി ഇവരെയൊക്കെ വിളിക്കുന്നതും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെ ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യണ്ടേ? പൈസയൊന്നും കൊടുക്കണ്ട. നമ്മളുടെ ഒരു സ്വഭാവം, ഇപ്പം എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും വെൻ വി ലോസ് അവർ ബിഹേവിയർ ഓർ ക്യാരക്ടർ എവറിത്തിങ് ലോസ്റ്റ് എന്നാ. നമ്മളുടെ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ, സ്വഭാവം പോയാൽ എല്ലാം പോയി. നിങ്ങളെല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചൂടായി നോക്കൂ, വീട്ടിലും അമ്പലത്തിലും. ദുർവാസാവ് വരുന്നുണ്ട്, മിണ്ടണ്ട എന്ന് പറയൂലേ? നമുക്കിഷ്ടമല്ല. നേരെ മറിച്ച് ചിരിച്ച് നന്നായി നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വരുന്നുണ്ട്, ഇന്ന് എന്തേ ഇപ്പം വൈകിയാവോ, നിങ്ങൾ വരാഞ്ഞിട്ട് ഇവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയും അല്ലേ? കുറേ പേരെടുത്തുനിന്ന് അത് കേൾക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ആ കുറവ് അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കേട്ടോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അപ്പോൾ നമ്മളതിനെ കൂടി അവർ ഗൗനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് സ്വഭാവം ഉപേക്ഷിക്കണം? ക്രോധം പരിത്യജിക്കേണം ബുധജനം, രാമായണം പറയുന്നു. ക്രോധം, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുടെ പോക്കറ്റിൽ ഞാൻ ഏറെ സമയം ഇരിക്കില്ല, അത് ഓട്ടക്കയ്യാവുന്നു, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. അത് മറ്റൊന്ന് പറയാണ്, ദേഷ്യപ്പെടുന്നവരുടെ കൂടെ ഇല്ല, അതെ, അത്യാഗ്രഹമുള്ളവരുടെ കൂടെ ഇല്ല, പിന്നെ ആരുടെ കൂടെയാണ്? വൃത്തിയും വെടുപ്പും ഇല്ലാത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാ. ഇതെവിടെയാ വരുന്നതെന്നറിയോ? മഹാഭാരതത്തിൽ 2 പർവ്വങ്ങൾ, 18 പർവ്വങ്ങളുണ്ട്. 2 പർവ്വങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ചും എല്ലാവരും അത് വായിച്ചിരിക്കണം. ആദ്യത്തെ ശാന്തി പർവ്വം, അതിൽ വരുന്നതായി കഥ. പിന്നെ അനുശാസനിക പർവ്വം. ഇത് രണ്ടും അങ്ങോട്ട് വായിച്ചാൽ നമ്മുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നമുക്ക് കിട്ടും. വേദനകളില്ലേ, ഒരുപാട് വിഷമങ്ങളില്ലേ, അസുഖങ്ങളില്ലേ? എന്തുകൊണ്ട് മനുഷ്യന് അസുഖങ്ങൾ വരുന്നു? എന്തുകൊണ്ട് മൃത്യു സംഭവിക്കുന്നു? എന്താണ് പലരും മടിയന്മാരാകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അതിലുണ്ട്. ആ ഉത്തരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളാവും കഥകൾക്കപ്പുറം. ഈ കഥകളെല്ലാം ചേർത്ത് ഞാൻ പറയാം. ഇപ്പം ലക്ഷ്മി, എല്ലാവരുടെയും ജീവിതത്തിൽ എന്താ ആഗ്രഹം? എനിക്ക് സമ്പാദിക്കണം, സുഖിച്ച് ജീവിക്കണം. പക്ഷേ സുഖം മാത്രമായി ജീവിക്കുന്നവർക്ക് മടി കൂടുതലായിരിക്കും. മടിയുള്ളവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല, അലസത കൂടുതലുള്ളവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ കൂടെ ഇപ്പം ആരുടെ കൂടെ ഉണ്ടാവുക? വീണ്ടും പറഞ്ഞു, ധർമ്മം അനുഷ്ഠിക്കുന്ന രാജാക്കന്മാരുടെ കൂടെ, അന്നൊക്കെ രാജഭരണാണല്ലോ, ഇപ്പോഴും ധർമ്മം അനുഷ്ഠിക്കുന്ന മന്ത്രിമാരുടെ കൂടെ ഞാൻ ഉണ്ടാവും, അല്ലാത്തവർ കസേരയിൽ നിന്ന് താഴെ പോണില്ലേ? മറ്റൊന്ന്, സ്വാധ്യായം ചെയ്യുന്ന ബ്രാഹ്മണരുടെ കൂടെ ഞാൻ ഉണ്ടാവും. എന്താ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ? അത് നമുക്കില്ലാത്തൊരു സാധനാലേ. തൈത്തിരിയോപനിഷത്ത് എടുത്തു നോക്കിയാലേ കാണുന്ന ഒരു ശ്ലോക. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസ, കുട്ടിയെ അവിടെ കൊണ്ടേയാക്കി കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് അവസാനമായി ആചാര്യൻ കൊടുക്കുന്ന ഉപദേശമാണ് സത്യം വദ, ധർമ്മം ചര, ഗുരുജനാൻ നമ, സ്വാധ്യായതമപ്രമദ. ഇതിന് അവസാനം എന്താണെന്നറിയോ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു ഉപദേശം അല്ലേ? എത്ര PG കഴിഞ്ഞ് വന്ന് നിൽക്കുന്നവനോടും ഇതറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ഉപനിഷത്തുക്കൾ വേദങ്ങൾ ഇങ്ങനെ കറന്നെടുത്ത് വെച്ചതാ, കുട്ടി കുട്ടി പുസ്തകങ്ങളാ. അതിലെ തൈത്തിരീയം പറയാണ് സ്വാധ്യായ തമപ്രമദ. എന്താ സ്വാധ്യായം എന്ന് പറഞ്ഞ? നമുക്കില്ലാത്തത് അതാ. ഇപ്പോൾ റിട്ടയർഡായ ടീച്ചർമാർ പറയും, ടീച്ചറെ എനിക്ക് ആ നാരായണീയ സമിതിയിൽ അവരോടൊപ്പം ആ യൂണിഫോം ഇട്ടിട്ട് ഇരുന്നിട്ട് ഇതൊന്നങ്ങോട്ട് ചൊല്ലണം എന്ന് പഠിപ്പിച്ചു തരുമോ? 56 വയസ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ അണ്ണ തുറക്കൂ, അപ്പോൾ കണ്ണാട കൊടുന്നിട്ടില്ല. അപ്പം നമുക്ക് ആര് വേണം? കണ്ണാടയുടെ സഹായം വേണം. ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതായിരുന്നേ, ചെയ്തില്ല. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ചെറുപ്പത്തിലേ ഇത് തുടങ്ങണം. അന്നൊന്നും തുടങ്ങിയില്ല, പോട്ടെ സാറില്ല. ജ്ഞാനം, അറിവ് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈരാഗ്യം ഉണ്ടാവൂ. ഒരാൾ നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അത്രയും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒച്ചയും വിളിയൊക്കെ കൂടിയെന്ന് വരും. പുറത്തിറങ്ങി ഇത് കണ്ടു കഴിഞ്ഞാൽ ജ്ഞാനം ഉള്ള വ്യക്തിയാണെങ്കിൽ അത് അത്രയൊക്കെ ഉള്ളൂ എന്ന് കരുതി അത് തള്ളിക്കളയാൻ കഴിയും. ഇവിടെ ചെറുപ്പത്തിലേ നമ്മൾ എന്ത് തുടങ്ങണം? സ്വാധ്യായം തുടങ്ങണം. ബ്രാഹ്മണർക്ക് മാത്രമല്ല സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിച്ചെടുക്കണം എന്നാണ് സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞ അർത്ഥം.
ഏതൊക്കെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ? ചെറുപ്പം മുതലേ നമ്മളെ നാമജപം തുടങ്ങി, ക്ഷേത്രത്തിൽ വന്നു, ക്ഷേത്രത്തിൽ തൊഴുത് നമസ്കരിക്കേണ്ടത് എങ്ങനെ അല്ലേ? ശാന്തി മന്ത്രം മുഴുവനായി ചൊല്ലണം. നിങ്ങളെല്ലാം സമർപ്പിച്ചപ്പോൾ ലോകാസമസ്ത ചൊല്ലിയില്ലേ? ഹൈന്ദവന്റെ മാത്രം പ്രാർത്ഥനയാ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കട്ടെ. പക്ഷെ അതിന് മുമ്പൊരു 3 വരി കൂടി ഉണ്ട്, അതുകൂടി ചേർത്താലേ അത് പൂർണ്ണാവുള്ളൂ. ഇനി അതുപോലെ ചെറുപ്പത്തിലെ ക്ഷേത്ര ദർശനം മാത്രമായി കഴിഞ്ഞാൽ മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു, അത് കഴിഞ്ഞാൽ സന്ധ്യാനാമം ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ജ്ഞാനപ്പാന എടുത്ത് വായിക്കണം, സ്വാധ്യായാണ്. അത് കഴിഞ്ഞാൽ ഹരിനാമകീർത്തനം വായിക്കണം, സ്വാധ്യായം ചെയ്യലാണ്. അത് കഴിഞ്ഞ് രാമായണം എടുത്തു വെക്കണം, സ്വാധ്യായാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് അപ്പോഴേക്കും നിങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ടാവും, ഈ ക്ഷേത്ര ആരാധന ഒരു ഉപാസനയുടെ ഒരു ഭാഗം മാത്രമാണ്, ഒരു രൂപത്തിലുള്ള ഉപാസന. ഇത് മാത്രം മതിയോ? പോരാ. അവിടെ നിന്ന് നിങ്ങൾ ഉയരണം. ഭഗവാൻ എന്താ പറഞ്ഞേന്നോ? നേതി എന്താ പറയുന്ന ഉപനിഷത്തുകളില്? അതല്ല ഇനിയും പോകൂ. നമ്മളിവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക സ്റ്റക്കായിട്ട്. ഇത് വേണ്ടെന്നല്ല, അത് LKG. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കന്ദപുരാണം, നിങ്ങൾക്ക് മുരുകനാണോ ഏറ്റവും താല്പര്യം? മുരുകന്റെ പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങളിവിടെ ജപിക്കുന്നില്ലേ? മതി. നാമജപത്തിലൂടെ മാത്രം പരമപദം നേടിയവരുണ്ട്. അതും കഴിഞ്ഞ് ഓരോ ഗ്രന്ഥങ്ങളായി വായിച്ച്, അതാണ് സ്വാധ്യായം ചെയ്താൽ പോരാ, അത് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലാണ് ബ്രഹ്മജ്ഞാനം ഉള്ളവരുടെ കടമ. ഇത് ചെയ്യുന്നവരുടെ കൂടെ ലക്ഷ്മി ഉണ്ടായിരിക്കും. നോക്കൂ, ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പോകുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സുഖല്ലേ? അവർ ചിരിച്ചുകൊണ്ട് സുഖാണ് എന്ന് പറയും. നല്ല ആചാര്യന്മാരാണെങ്കിൽ അതിലും കള്ളനാണയങ്ങൾ ഉണ്ട് കേട്ടോ. ഒരിക്കലും അവർ കണക്ക് പറയില്ല. ഇനി മറ്റൊന്ന്, സ്വാധ്യായം ചെയ്യുന്നവരുടെ കൂടെ ഉണ്ട് ബ്രാഹ്മണരുടെ കൂടെ. ക്ഷത്രിയരുടെ കൂടെയോ? ധർമ്മം നിലനിർത്താൻ വേണ്ടി രാജ്യം ഭരിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും പലരും വരുന്നത്? അധികാരത്തിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞാല് മറ്റൊന്നെന്താ? ബ്രാഹ്മണരും ക്ഷത്രിയരും കഴിഞ്ഞ വൈശ്യര, കൃഷി ചെയ്യുന്നവരുടെ കൂടെ, ധർമ്മമാർഗത്തിലൂടെ പോകുന്നവരുടെ കൂടെ ഞാനുണ്ട്. അവരോട് ചോദിച്ചു നോക്കൂ, അവർക്ക് സമൃദ്ധിയായിരിക്കും. പിന്നെ ഏറ്റവും താഴെ ശൂദ്രന്മാർ എന്ന് പറയും, ക്ലീനിങ് ജോലി ചെയ്യുന്ന, ദാസപ്പണി എടുക്കുന്ന, അവരും ഒരിക്കലും പറയുന്നില്ല, കിട്ടുന്നതിൽ സന്തോഷം. അവർക്ക് സ്വീപ്പർ ജോലി ആണെങ്കിലും അമ്പലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തൊക്കെയാ, സരസ്വതി ചേച്ചി സുഖല്ലേ? സുഖാണ് ടീച്ചറെ, ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തെ കൂടെ അങ്ങോട്ട് വന്നു, നാരായണിയമ്മേ സുഖല്ലേ? അങ്ങനെ പോണു. ഒരു സുഖമില്ലാത്തൊരു പോക്കാ. എത്ര പ്രായം? 88. ഇപ്പോഴും ഒരു സമാധാന സുഖമില്ല, ആത്മസുഖമില്ല. ഇത്ര വർഷമായി വന്നു തൊഴുത് പ്രദക്ഷിണം വെക്കുന്നു. തൊഴുതാ പോരെ, എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് നമ്മൾ ഉയരണം. ആ ഒരു ഉത്തേജനം കിട്ടാനാണ് പ്രഭാഷണം കൊടുക്കുന്നത്. നിങ്ങൾ ആത്മസുഖം കിട്ടാനാ, അല്ലാതെ ഈ ശരീരത്തിന് സുഖം കിട്ടാൻ നമ്മൾ ഒന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ അതിന് അസുഖം വരും. അതിനെന്താ കാരണം എന്നും കഥകളിലൂടെ പറയാം. ഇങ്ങനെയൊക്കെ ലക്ഷ്മി ഭഗവതി പറഞ്ഞപ്പോ ഈ മായയിൽ മുങ്ങിപ്പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ഇത്തിരി മടി, അലസതയൊക്കെ തോന്നില്ലേ? ജ്യേഷ്ഠയാണത്രേ ലക്ഷ്മി ഭഗവതിയുടെ ചേട്ടത്തിയാ ജ്യേഷ്ഠ. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ ആദ്യം ജ്യേഷ്ഠ ഭഗവതി എത്ര കയറി വരിക. അപ്പം മുടി വേറെടുത്തോണ്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പം അവിടെ കയറിക്കൂടും. പിന്നെ അവിടെ കലഹവും കലി ബാധിക്കും. ആ ജ്യേഷ്ഠ എങ്ങനെയെങ്കിലും നമ്മളെ ബാധിക്കും. അപ്പം ഈ അലസത ഉണ്ടായിക്കഴിഞ്ഞാൽ, മടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് അനുശാസനിക പർവത്തിൽ ഭീഷ്മാചാര്യര് ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുക. എത്ര ദിവസം കിടന്നു? 58 ദിവസം കിടന്നു. ആ ഭീഷ്മാചാര്യരോട് ധർമ്മപുത്രർ ചോദിക്കുന്ന ചോദ്യമാണ്, അലസത അല്ലെങ്കിൽ മടി ഉണ്ടായ അപ്പൊ എന്താ പ്രശ്നം? ആചാര്യരെയും ചോദിക്കുമ്പോൾ ഉത്തര, ഹേ ധർമ്മജ, അത് ഞാൻ നിനക്കൊരു കഥയിലൂടെ പറഞ്ഞു തരാം. ഒട്ടകത്തിന്റെ കഥയാ. ഒട്ടകത്തിന്റെ നായയുടെയൊക്കെ കഥ വരുന്നുണ്ട് മഹാഭാരതത്തില്. ഇത് പണ്ടത്തൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ചിലപ്പോൾ മുത്തശ്ശിമാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പൊ പാഠപുസ്തകത്തിൽ രാമനും കൃഷ്ണനും കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അതും കിട്ടുന്നില്ല. ഒരു സോഴ്സ് ഇല്ല നമ്മളെ കുട്ടികൾക്ക്. ഇവിടെ വന്നിരുന്നാൽ കിട്ടും, അതിന് നമ്മളെ കുട്ടികളെ നമുക്കിപ്പോൾ കിട്ടൂല. അവർ വേറെ ഒരു ഭാഗത്തു കൂടെ ആയിരിക്കും. പക്ഷെ മറ്റത് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇവിടെ ഒട്ടകത്തിന്റെ കഥയിലൂടെ നിനക്ക് ഞാനത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടേ ഭീഷ്മാചാര്യർ പറയാണ്, പണ്ട് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ഒട്ടകത്തിന് കഴുത്ത് വലിയ നീളമൊന്നും ഇല്ലല്ലോ, ജിറാഫിൻ്റെ പോലെ. അപ്പോൾ ഒട്ടകത്തിന് തോന്നുകയാണ്, ഇങ്ങനെ നടന്ന് പുൽമേട്ടിലൂടെയൊക്കെ നടന്ന് ഞാൻ അങ്ങനെ ഭക്ഷണം അധ്വാനിച്ച് കഴിക്കണ്ടേ? മനുഷ്യൻ്റെ മനസ്സ് തന്നെ കേട്ടോ അതേ കാണിക്കുന്നു. ഒട്ടകം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു പോംവഴി? അങ്ങനെ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ, അതല്ലേ ബേസിക് നീഡ്. പിന്നെ മടി പിടിച്ചവിടെ കിടക്കാലോ. പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ജോലി എന്താ? കുറുക്കൻ്റെ മാള എങ്ങനെയാ? തിന്നെ ഒരിട കിടന്നുറങ്ങുക, തിന്നെ ഒരിട കിടന്നുറങ്ങുക. അതിൽ നിന്നും സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി നാമം ജപിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, ആരാധന നടത്തുന്നു, ഗ്രന്ഥപാരായണം ചെയ്യുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു ഇല്ലേ? ഇവിടെ ഒട്ടകം വിചാരിക്കുകയാണ്, ബുദ്ധി കുറവാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ മുജ്ജന്മത്തിലെ ഓർമ്മയാ, എനിക്കൊന്ന് തപസ് ചെയ്താലോ? തപസ് ചെയ്തു ഒട്ടകം. തപസ്സൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ, തപസ് കഠിനമായി കഴിഞ്ഞാൽ അപ്പം ആരാ വരിക? ബ്രഹ്മദേവൻ വന്നു. ചോദിക്കുക, എന്ത് വരാ വേണ്ടേ? ഓ, വേഗം നീട്ട് നിന്നു, കൈയൊക്കെ തൊഴുതു, നമസ്കരിച്ചു. അങ്ങനെയാ കഥ വരുന്നത്. എനിക്ക് കൂടുതലൊന്നും വേണ്ട, മൃഗത്തിൻ്റെ അതിനുള്ളതേ ചോദിക്കുന്നുള്ളൂ. എൻ്റെ കഴുത്തിന് കുറച്ച് നീളം വെപ്പിച്ച് തരണം എന്ന്. എത്ര നീളം വേണം? ഒരു 100 യോജന. 1 യോജനല്ല, 100 യോജന. അപ്പോൾ അത് എത്രയാ? ഇപ്പോൾ കിലോമീറ്റർ പറയണല്ലേ, രാമായണത്തിൽ 100 യോജനയൊക്കെ പറയുന്നുണ്ട്. ഒരു 100 യോജന പറഞ്ഞാൽ ഒരു 1287 കിലോമീറ്റർ. മനസ്സിലായില്ലേ? 1 കിലോമീറ്റർ എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് എത്താനുള്ള ദൂരം. അപ്പോൾ എത്രയാ ചോദിച്ചേ? 100 യോജന നീളം കഴുത്ത് നീട്ടാൻ പറ്റിയേ. അതാണ് ഇപ്പം എനിക്ക് വേണ്ടത്. ഞാൻ തപസ് ചെയ്തില്ലേ? ആയിക്കോട്ടെ, തഥാസ്തു കൊടുത്തു. ഒട്ടകത്തിന് സന്തോഷമായി. ഒട്ടകം വേഗം എന്നും കിടന്നുറങ്ങണ ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ പോയി കിടന്നു. പിന്നെ നീക്കിനുണ്ടോ? ഇല്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ഓടി നടന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ള ഒരു ശരീരമാണ്. അതുപോലെ തന്നെ മേഞ്ഞ് നടന്ന് തിന്നാനുള്ള ശരീരമാണ് ഒട്ടകത്തിന്. ഒട്ടകം അവിടെ കിടന്നു. എന്നിട്ട് അങ്ങോട്ട് ധ്യാനിച്ചു, കഴുത്ത് നീളട്ടെ. അത് 100 യോജന കഴുത്ത് അങ്ങോട്ട് നീണ്ടു. ആ പോണ വഴിക്കുള്ള എല്ലാ പുല്ലും അതിന് വേണ്ട സാധനങ്ങളൊക്കെ അത് അങ്ങോട്ട് ഭക്ഷിച്ചു. ഇതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞുകൂടിയപ്പോൾ സുഖമായി. കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് വയറ് നിറഞ്ഞാൽ കഴുത്ത് ചുരുങ്ങട്ടെ. കഴുത്ത് ചുരുങ്ങി വന്നു, കിടന്നുറങ്ങി. ഒട്ടകം നീക്കുന്നു പോലും ഇല്ല. അങ്ങനെ മടിയെന്ന് പറഞ്ഞിട്ടല്ല, അലസത അങ്ങോട്ട് പിടിച്ചു ഈ ഒട്ടകത്തിന്. വയറ് നിറയാ കിടന്നുറങ്ങുക, നടക്കാനും നീക്കാനും വരെ മടി, തടിച്ചുരുണ്ട് വലിയ ഒട്ടകം മാറി. അങ്ങനെ ഒരു ദിവസം മഴക്കാലം വന്നപ്പോൾ അന്നും വിചാരിച്ചു, എന്ത് സുഖം, മഴയൊന്നും കൊള്ളണ്ടപ്പോൾ കഴുത്ത് നീളട്ടെ. പോയി കഴുത്ത് കുറേ 100 യോജനയ്ക്കും അപ്പുറം പോയി ഇങ്ങനെ നിൽക്കുകയാണ് ഓരോന്ന് കഴിച്ചിട്ട്. മഴ അങ്ങോട്ട് വന്നു. മഴ വന്നപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? പനി പിടിക്കൂലേ? ഒട്ടകം വിചാരിച്ചു, അയ്യോ ഇപ്പം ഞാൻ നനയില്ലേ, വയ്യ. വേഗം വലിയൊരു ഗുഹ കണ്ടു. ഈ കഴുത്ത് ചുരുക്കാനുള്ള മടി, അലസത കാരണം ആ തല ഒരു ഗുഹയിൽ അവിടെ കയറ്റി വെച്ചു. ആ സമയത്ത് മഴ നനയാൻ വയ്യാച്ചിട്ട് ഒരു മിസ്റ്റർ കുറുക്കനും ഒരു മിസ്സിസ് കുറുക്കനും കൂടി അതിലങ്ങോട്ട് വന്നു. ഇതിൻ്റെ ഉള്ളിക്കിന് കയറി. കുറുക്കന് ഭക്ഷണം കണ്ട വിശന്നിട്ടും തണുത്തിട്ടും വയ്യാതെ ഓടി കയറിയതാ. അന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണിതേ ശരീരമില്ലാത്ത ഒരു തല, നീളമുള്ളൊരു കഴുത്തും. എന്തായാലും വേണ്ടിയില്ല. രണ്ടാളും കൂടി എന്ത് ചെയ്തു? ഇതാണെങ്കിൽ മടി പിടിച്ചിങ്ങനെ ഉറങ്ങുകയാണേ. മടിയനാണല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് വയറും നിറഞ്ഞിട്ടുണ്ട്. അത് കൂടെ ഒരു മഴ ഇങ്ങനെ അലസതയിൽ ഉറങ്ങുമ്പോഴാണ് ഈ കുറുക്കന്മാർ 2 സൈഡിൽ നിന്നും കൂടി കഴുത്ത് അങ്ങോട്ട് കടിച്ചു മുറിച്ചു. അതിൻ്റെ ജീവനും പോയി. അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടി. ആ സമയത്ത് ഭീഷ്മാചാര്യർ പറയാണ്, ഒട്ടകത്തിൻ്റെ കഥ അവസാനിച്ചു. ഇപ്പം എന്താ അവിടെ ഉണ്ടായേ? അലസത കാരണം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി. നേരെ മറിച്ച് അലസതയൊന്നും ഇല്ലെങ്കിലോ പിന്നെ തടിച്ചു കൊഴുത്തു എന്ന് പറഞ്ഞില്ലേ? നമ്മളും ഇരുന്നങ്ങോട്ട് തിന്ന് നോക്കൂ. നമ്മളങ്ങോട്ട് തടിച്ചൊരു 130 കിലോനൊക്കെ ആവും. നമ്മൾ ഓടി നടന്ന് പണിയെടുക്കുന്ന, അമ്പലത്തിൽ വന്നിട്ട് പണിയെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്കൊന്നും വലിയ തടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒട്ടകം അങ്ങനെ കിടന്ന് ഇപ്പോൾ ആരെങ്കിലും കൊന്നില്ലെങ്കിലും അതിന് അജീർണം ബാധിച്ചിട്ട് അത് അവിടെ കിടന്ന് ചത്തുപോകുമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്താ മൃഗങ്ങൾക്ക്? തുറന്നങ്ങോട്ട് വിടുമ്പോഴേക്ക് കാണാല്ലേ, ഓടിച്ചാടി എന്ത് സന്തോഷമായിട്ടാണ് അവർ പുറത്തു കൂടെയൊക്കെ ഓടിപ്പോയി വരിക. അതിന് പോലും മടിയായില്ലേ? അപ്പം എന്താ ഇവിടെ കാണിക്കുന്നത്? മടി പിടിക്കുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. ഐശ്വര്യമാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല. അപ്പോൾ അവരുടെ ഐശ്വര്യം എല്ലാം പോവും. നമ്മളുടെ ജീവിതത്തിലെ വലിയൊരു പാഠാണ് ഇത്. അതായത് ഉള്ളിൽ കുടികൊണ്ടിടും മടി തന്നി മഹാരിപു, ഒടുവിൽ സുഖമേകിയിടും ഉത്സാഹം തന്നെ മിത്രമാം എന്നതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഉത്സാഹിച്ചോളൂ. നിങ്ങൾ ഉത്സാഹിക്കുകയാണ്, നാമം ജപിക്കണം, അർച്ചന നടത്തണം, എല്ലാവരെയും കൂട്ടി വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തണം, പരീക്ഷ വരുന്നുണ്ട്, ഓടിച്ചാടി സന്തോഷത്തോടു കൂടി എല്ലാത്തിലും നമ്മൾ പോസിറ്റീവ് മാത്രം കാണുക. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിനൊരു കുഴപ്പമുണ്ട്. മനുഷ്യനെന്താ, ഒരു വെളുത്ത മുണ്ട് ഇങ്ങനെ കെട്ടിക്കോളൂ. അപ്പം അതിൻ്റെ പുറകിലുണ്ടല്ലോ, അതിലൊരു പുള്ളി മഷി വീണുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ കാണുക? ആ പുള്ളിയാണ് കാണുക.
നെഗറ്റീവാണ് നമ്മൾ ആദ്യം കാണുക. അത് നമ്മളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം. നല്ലതിനെ കാണുക, നല്ലത് ചിന്തിക്കുക, അല്ലേ? നല്ല വാക്കു ചൊല്ലണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഇവിടെ എന്തേ? അലസത, മടി അതിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി എന്ന കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തിനാ അത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹത്തോടു കൂടി രാജ്യം ഭരിക്കണം ധർമ്മജ എന്ന് പറഞ്ഞു കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞ സമയത്ത് ഈ മടിയൊക്കെ എത്ര പ്രശ്നമാണല്ലേ, അതൊക്കെ ചോദിച്ചു. കുറേ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ധർമ്മപുത്രർ. പിന്നെയും ചോദിക്കുകയാണ്, ഞാനിനി രാജ്യം ഭരിക്കാൻ പോവുകയാണല്ലോ. പാണ്ഡവരും കൗരവരും യുദ്ധം കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ഭീഷ്മാചാര്യർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ധർമ്മജന് അത് വേണമെന്നില്ല. കാരണം സ്വന്തക്കാരൊക്കെ മരിച്ചിട്ട് ഇനി എന്തിനാ രാജ്യം എന്ന് ചോദിക്കുക. അവിടെ നിന്നും അദ്ദേഹത്തിനെ മാനസികമായി തളർന്നു കിടക്കുന്നിടന്ന് പൊങ്ങിക്കൊണ്ടുവരാനാ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വേറൊരു കഥ പറയാണ്. ആരെ ഞാൻ വിശ്വസിക്കണം, ആരെ ആശ്രിതരാക്കണം ഒരു രാജ്യം ഭരിക്കുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അത് മറ്റൊരു മൃഗത്തിൻ്റെ കഥയാണ്, നായയുടെ കഥ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും, വീട്ടിൽ വളർത്തുന്നുണ്ടാവും നായയെ വേണമെങ്കിൽ, അല്ലേ? പക്ഷേ ഈ കഥ കേൾക്കുമ്പോഴാണ് നായയുടെ സ്വഭാവം നായ കാണിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇവിടെ ഭീഷ്മാചാര്യർ പറയാണ്, പണ്ട് ഒരാശ്രമത്തിൽ സന്യാസി വര്യനുണ്ടായിരുന്നു. ഈ സന്യാസി കാട്ടിനുള്ളിലാണ് ആശ്രമമൊക്കെ കെട്ടിയിരിക്കുന്നത്. പലതരം മൃഗങ്ങൾ വരും. ഒരു ദിവസം ഒരു നായ അവിടെ നിന്ന് പോകുന്നില്ല. വരുന്ന മൃഗങ്ങൾക്കൊക്കെ ഉള്ളത് ഭക്ഷണം കൊടുക്കും, അവരത് കഴിക്കും, തിരിച്ചു പോവും. ഈ നായ അവിടെ കൂടിയപ്പോൾ മഹർഷിക്കും തോന്നി, നമുക്ക് ചില അതിൻ്റെ വാലാട്ടലും ആ ഓമനത്തും ഇളക്കലും ഒക്കെ കാണുമ്പോൾ നമുക്കും തോന്നും ഇതിനെ ഇവിടെ വളർത്താമെന്ന്. അതുപോലെ അതിനെ അവിടെ നിർത്തി. കൂടൊന്നും ഉണ്ടാക്കിയില്ല, ഇഷ്ടമുള്ളപ്പോൾ പോവും വരും. പക്ഷെ അവിടെ തന്നെയാണ് ഏകദേശം ആ 4 പുറമുണ്ട്. പിന്നെ മഹർഷി നോക്കും, സമയമായ അയ്യോ വന്നില്ലല്ലോ, നമുക്കതിനോടൊരു സ്നേഹം ഉണ്ടാവാൻ തുടങ്ങും. കണ്ണകന്നാ മനസ്സകന്നു എന്നാ, കണ്ണകലണില്ലല്ലോ, എപ്പോഴും അതവിടെ വന്നിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു നരി ഇതിനെയിട്ട് ഓടിച്ചപ്പോൾ പേടിച്ചിട്ട് ഈ നായ ഓടി വന്ന് രക്ഷിക്കണേ മഹർഷേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാലിൽ വീണു. എൻ്റെ നായനെ കാണിക്കുകയാണല്ലേ. അപ്പോൾ ഈ എന്താ ചെയ്യുക, നരി നമ്മളേനെയും തിന്നില്ലേ മനുഷ്യനെ. അപ്പോൾ വേഗം തപശക്തി കൊണ്ട് ഈ നായനെ നരിയൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പം നരിയും കൂട്ടായി അങ്ങോട്ട് പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു. നരി സന്തോഷത്തോടു കൂടിയിട്ട് മഹർഷിയൊക്കെ നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് പോകണില്ല. വൈകുന്നേരമായ അവിടെ വരും, കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ നരിനോട് അങ്ങനെ ഒരു സ്നേഹമായി. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മറ്റു നരികളുടെ കൂടെ പോയ ഈ നരി ഓടിക്കതച്ച് വന്നു, മഹർഷിയെ രക്ഷിക്കണേ. അപ്പം എന്താ, നരിയുടെ പിന്നാലെ വലിയൊരു വ്യാഘ്രം വരുന്നുണ്ട്. അപ്പോൾ ഇതേ പണി തന്നെ വീണ്ടും ചെയ്തു. തപശക്തി കൊണ്ട് അതിനെ ഒരു വ്യാഘ്രമാക്കി കൊടുത്തു. തപശക്തി കുറയാ അപ്പം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ നാമം ജപിക്കുന്നതിൻ്റെ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഒക്കെ പുണ്യം പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അങ്ങോട്ട് നെഗറ്റീവായി പോകുന്ന പറയുക. അതുകൊണ്ടാണ് ആരോടും നമ്മൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ലക്ഷ്മി കൂടെ ഉണ്ടാവും എന്ന് പറയണേ. ചിരിക്കുന്നവരുടെ കൂടെ ജീവിക്കാൻ എന്ത് സുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റത് വലിയ കഷ്ടമാണ്. പാർവതിയുടെ ദുർവാസം തീർക്കാൻ ആ ദുർവാസാവിനെ മഹാദേവൻ സൃഷ്ടിച്ചത് തന്നെ, അതറിയാലോ. അപ്പോൾ ഇവിടെ വ്യാഘ്രത്തിന് കണ്ടപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ വ്യാഘ്രാക്കി മാറ്റി കൊടുത്തു. അവരുടെ കൂടെ അങ്ങോട്ട് പോയി, അവർ കമ്പനിയായി. കുറച്ച് ദിവസം കഴിഞ്ഞു, ആ വ്യാഘ്രം ഓടി വരുന്നു. മനസ്സിലായി നമ്മൾ രൂപം മാറ്റിയതാണല്ലോ. മഹർഷിയെ രക്ഷിക്കണേന്ന്. വ്യാഘ്രത്തെ പിടിക്കുന്ന വലിയ ഒരു ആന പിറകെ ഓടി വരിക. അപ്പം ആനേനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആനയാക്കി കൊടുത്തു. ഇങ്ങനെ രൂപം മാറി 3-4 രൂപം മാറിയില്ലേ. ആന കൂടെ അങ്ങനെ നടന്നു പോയി. ഒരു ദിവസത്തെ ആന പടാപടാന്ന് ഓടി വരുന്നു. അത്ര ഓടാനൊന്നും വയ്യല്ലോ. ഓടി വന്നു മഹർഷിയെ രക്ഷിക്കണേ. അപ്പം എന്താ, സിംഹം വരുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്, എന്നെ വേഗം സിംഹാക്കിക്കോളൂ. അങ്ങോട്ട് അധികാരത്തോടെ പറയാൻ തുടങ്ങി. അങ്ങനെ സിംഹമാക്കി കൊടുത്തു. സിംഹം ആയപ്പോൾ ആരായി, കാട്ടിലെ രാജാവായി. അല്ലേ? നമ്മൾ ഇവിടുന്ന് ജയിപ്പിക്കുന്നത് വരെ രാഷ്ട്രീയക്കാർ നമ്മളോട് എന്താ പറയുക, എന്തൊക്കെ ഓഫറുകളല്ലേ. നമ്മൾ ആ വെയിലും കൊണ്ട് അവിടെ പോയി പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യേണ്ടതല്ല കേട്ടോ. 3-4 അവരുടെ സെറ്റപ്പൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് പോരുമ്പോഴും നമ്മളെടുത്ത് അവർ ആ നൃത്തം കാണണം. ഇത്ര വിനയുള്ളൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരാവശ്യമായിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നാലോ, അതേ അവസ്ഥയായിരുന്നു ഈ സിംഹത്തിൻ്റെ. സിംഹം കാട്ടിലെ രാജാവായി ഭരണം തുടങ്ങി. കണ്ട മൃഗങ്ങളെ മുഴുവനെ വധിച്ച് മാംസക്കൊതിയനായ ഇവൻ തിന്ന് എല്ലാ ജീവജാലങ്ങളും ഇല്ലാതെ മാതിരിയായി. ഇതിനെ കണ്ട ഒളിക്കും കുഞ്ഞു ജീവികളൊക്കെ. അപ്പം മൂപ്പർക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അപ്പോൾ ഓർമ്മ വന്നു, എന്ത്,
എന്ത് പ്രശ്നം വന്നാലും ആരാ അതിനെ രക്ഷിക്കുക? മഹർഷി ഉണ്ടല്ലോ. മഹർഷിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി, ഇപ്പം എൻ്റെ പുറകിൽ ആരും ഇല്ലല്ലോ, ഇവന്നെ കൊല്ലാനാ വരുന്നേന്ന്. അപ്പോൾ എന്താ അപ്പോൾ ചെയ്തുണ്ടാവുക? ഇങ്ങനെ വീണ്ടും അതിനെ പഴയ പോലെ നായേക്കി എന്ന് മാത്രമല്ല, അതിനെ നമ്മൾ ദേഷ്യം വന്നാൽ പൊതുവേ നമ്മളെ വായിൽ വരുന്നത് എന്താ? എടാ നായേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി അത് നായയും മാറുക. നായേന്ന് വിളിച്ചു, നായയും എടാ നായേ നീ നന്ദി കെട്ടവനാണ് എന്ന്. അതുപോലെ തന്നെയാണ് മഹാഭാരതം എഴുതി വെച്ചിരിക്കുന്നത്. നന്ദി കെട്ടവനെ, കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്, ഇനി ഇവിടെ കണ്ടുപോകരുത് എന്ന്. അതായത് ധർമ്മപുത്ര, നീ ആജ്ഞാശക്തിയുള്ളവനാണ്, രാജാവാണ്. അതുകൊണ്ട് സ്നേഹം, പ്രജകളോട് സ്നേഹം വേണ്ടാന്നല്ല, പക്ഷെ ഓരോരുത്തരെയും നിർത്തേണ്ട നിലയ്ക്ക് അവരുടെ സ്ഥാനം, അവർക്ക് ജന്മനാ ഒരു കർമ്മം പറഞ്ഞിട്ടുണ്ട്, ആ കർമ്മമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും എന്ന ഉപദേശം. ഇത് നമുക്ക് എന്താ പാഠം തരുന്നത്? ആരെയും അമിതമായി നിങ്ങൾ സ്നേഹിക്കാനോ സഹായിക്കാനോ പോകണ്ട. അതിപ്പോൾ നമുക്ക് തോന്നും എൻ്റെ കുട്ടിയോളല്ലേ, ദുഷ്ടതരം പറഞ്ഞു തരല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാല് പുറത്തും ഇഷ്ടം പോലെ വൃദ്ധസദനങ്ങൾ പൊങ്ങുക. എൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം എഴുതൽ തുടങ്ങി ഇപ്പോൾ പലരും ഇല്ലേ. എവിടെയാ ഈ യുദ്ധമൊക്കെ നടക്കണത്? കുരുക്ഷേത്രം. അന്ന് ഭാരതം മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മളുടെ ഈ 10 സെൻറ്റ് ഭൂമി നമ്മൾ ഇരിക്കണത് ആരാ രാജാവ്? അവിടുത്തെ അച്ഛൻ തന്നെയാണ്. ആ അച്ഛനെ പാർട്ടീഷൻ കഴിഞ്ഞ് അവരെന്താ പറയുന്ന അറിയാം? പുരാവസ്തു ഉണ്ട്, മറത്തിരിക്കണു, അതിന് ആർക്കും വേണ്ട. അങ്ങനെ ഒരു കഥ ഭാഗവതത്തിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാനാണ് മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എന്ത് ചെയ്യണ്ട? പൂർണ്ണമായും അങ്ങോട്ട് മനസ്സുകൊണ്ട് അടിപ്പെട്ട് കൊടുക്കണ്ട എന്നുള്ളൊരു ഉപദേശം തരിക. നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും അയ്യോ, പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് മഹാഭാരതം. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്ന കൃതിയാണ്. ഇതിൽ പറയാത്തതൊന്നും ഈ സമൂഹത്തിൽ കാണുന്നില്ല. ഇതിലുള്ളത് മാത്രമേ ഉണ്ടാവൂ, ഇതിലില്ലാത്തതൊന്നും ഇല്ല ഈ ഭൂമുഖത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഹൈന്ദവൻ ആദ്യം ഗീത പഠിക്കണം, മഹാഭാരതത്തിലുള്ളതാ. അത് കഴിഞ്ഞാൽ മഹാഭാരതം വായിക്കണം. അതും കഴിഞ്ഞാൽ ഗംഗയിലൊന്ന് കുളിക്കണം, ഹിമാലയം സന്ദർശിക്കണം. അവസാനം 5ാമതായിട്ട് ചെയ്യേണ്ടതാണ് ഭാഗവതം കേൾക്കണം. അതിപ്പോൾ നിങ്ങൾ സ്കന്ദപുരാണം എടുത്ത് വെച്ച് വായിച്ചാലും മതി. ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി, ആ ഗ്രന്ഥം നമ്മൾ വായിച്ചിരിക്കണം. അതാണ് വായനയുടെ മഹത്വം. ഗ്രന്ഥങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഗുരുക്കന്മാരാ, ആചാര്യന്മാരാ. നമുക്കില്ലാത്തതാ. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപദേശം കൂടി കൊടുത്തു. നീ രാജാവാവുകയാണെങ്കിലും നിർത്തേണ്ടോടത്ത് നിർത്തിയിട്ട് രാജ്യം ഭരിക്കണം എന്നുള്ള ഉപദേശം, നമുക്കുള്ള ഉപദേശമാണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ധർമ്മപുത്രർ വീണ്ടും ഒരു സംശയം ചോദിക്കുക. അപ്പം ലക്ഷ്മി ദേവിയെ കുറിച്ച് പറഞ്ഞു, ഒരു ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞു, നായയുടെ കഥയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നേരാവണ്ണം രാജ്യം ഭരിച്ച് ഒരുപാട് കാലം ഇങ്ങനെ സമ്പാദിച്ച് ജീവിച്ചു എന്ന് കൂട്ടിക്കോളൂ. എന്തുകൊണ്ടാണ് അവൻ മൃത്യുവിന് അടിമയാകുന്നത്? എല്ലാവരെയും മനസ്സിലെ ചോദ്യമല്ലേ. മൃത്യു ആരാണ്? അപ്പോൾ പറയാ, അകമ്പനൻ എന്ന ഒരു രാജാവ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ രാജാവിൻ്റെ മകൻ യുദ്ധത്തിൽ മരിച്ചുപോയി. ക്ഷത്രിയർക്ക് വീരസ്വർഗം എന്നാ പറയാ. പക്ഷെ ഇയാൾക്ക് അത് ആലോചിച്ചിട്ട് സങ്കടം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ നാരദ മഹർഷി അവിടെ വന്നു. നാരായണ നാരായണ. മഹർഷിയെ കണ്ടപ്പോൾ ഈ സങ്കടം നമ്മൾ അങ്ങനെ വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ ആര് കയറി വന്നാലും ആ സങ്കടം അവരോടാണ് പറയൂലേ. നമ്മൾ പങ്കുവെച്ചാൽ സന്തോഷമാണെങ്കിൽ അത് ഇരട്ടിക്കും, സങ്കടമാണെങ്കിൽ അത് പകുതിയാവും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നാരദ മഹർഷിയോട് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, ഹേ രാജാവേ, ഇതിനാണോ ഇത്രയൊക്കെ വിഷമിക്കുന്നത്? വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാമെന്ന്. എല്ലാം കഥകളാണ്. ഇങ്ങനെ കഥകളിലെ തത്വങ്ങളിലൂടെ നമ്മൾ അങ്ങനെ പോകണം. അപ്പോൾ ഈ മൃത്യു എവിടെ നിന്നാണ് ഉണ്ടായേ? ഈ മനുഷ്യന്മാരൊക്കെ എന്താ ഇത്രയും സങ്കടപ്പെടുന്നത്? കഷ്ടപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ദാനധർമ്മം ചെയ്ത് ധർമ്മം ചെയ്ത് ക്രോധിക്കാതെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി വീട് കൊണ്ടു നടന്ന്, വൃത്തിയാക്കാത്ത വീടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ, അങ്ങനെയൊക്കെ സമ്പാദിച്ച് ഇവിടെ സുഖിച്ച് ജീവിക്കാന്നല്ലേ. എല്ലാ പ്രാരാബ്ദവും കഴിഞ്ഞ് ഒന്ന് മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ശരിക്കൊന്ന് ജീവിക്കാന്ന് കരുതുമ്പോൾ അട്ടേ ചെയ്യുന്നുണ്ട് അടിച്ചു പോകണല്ലേ. ഇപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ പറയും വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൃത്യു വരുന്നത്? ആരാണ് മൃത്യു എന്നാണ്. അപ്പോൾ ഈ കഥ പറയാ, പണ്ട് ഈ
ലോകത്ത് ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടി നടത്താൻ ഭഗവാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ഒരുപാട് സൃഷ്ടികൾ നടത്തി. സൃഷ്ടികളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ എല്ലാവർക്കും ഇണകളെയും കൊടുത്തു. ഭൂമിയിൽ നിറയെ ജീവജാലങ്ങൾ അങ്ങനെ നിറഞ്ഞു. ഈ ജീവജാലങ്ങളൊക്കെ നിറഞ്ഞു വന്നപ്പോൾ എല്ലാത്തിനും പെരുകി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പണ്ടുണ്ടായിരുന്നു കാലനില്ലാത്ത കാലം. മുത്തശ്ശിമാരൊക്കെ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു കാലമായി മാറി. ഒന്നും ചത്തുപോണില്ല. മുത്തച്ഛൻ്റെ മുത്തച്ഛനിരിക്കുന്നു, അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തിയപ്പോൾ ഇവരെ സംഹരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അതുണ്ടായത്. അപ്പോൾ ഭൂമിദേവി ഓടി വന്നു സ്ത്രീരൂപം പൂണ്ട്. ഹേ ബ്രഹ്മദേവ, എനിക്ക് ഇവരുടെ ഭാരം കൊണ്ട് സഹിക്കാൻ വയ്യ, എന്താ അപ്പം ചെയ്യുക, എനിക്ക് നിൽക്കാൻ വയ്യ, ഞാൻ തളർന്നു പോണു എന്ന് പറഞ്ഞു. സ്ത്രീയായ ഭൂമിദേവിയുടെ സങ്കടം ബ്രഹ്മദേവന് സഹിച്ചില്ല. അപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ എന്താ അപ്പം ഇനി ഇവരെ നിന്നും സംഹരിക്കാൻ ചെയ്യുക? ഒരാളും ഒരു തെറ്റും ചെയ്യുന്നില്ല, ധർമ്മത്തിലൂടെ എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെയാ അവരെ കൊല്ലുക? മാത്രമല്ല സ്വന്തം സൃഷ്ടിച്ച പ്രജകൾ നമ്മുടെ മക്കളെ പോലെ അല്ലേ, മക്കളെ എങ്ങനെ കൊല്ലാൻ കഴിയുമോ? അച്ഛനല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ ഭൂമിദേവിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ബ്രഹ്മദേവന് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കോപാഗ്നി ഇങ്ങനെ ജ്വലിക്കുക. ഈ അഗ്നി ജ്വലിച്ച് ഭൂമിയിലെത്തി ഭൂമിയിൽ തീ പടരാൻ തുടങ്ങി. ജീവജാലങ്ങളൊക്കെ കിടന്നോടുക, വെന്ത് ഒരുമാതിരി മണം വരിക. അപ്പോൾ മഹാദേവനാണ് ശരിക്കും സംഹാരം കൊടുത്തിട്ടില്ല ഡ്യൂട്ടി. മഹാദേവൻ അവൾ ഓടി വന്നു, തടുത്തു. എന്താ അങ്ങീ കാണിക്കുന്നത്? മഹാഭാവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അഗ്നിയെ ഒതുക്കൂ എന്ന് പറഞ്ഞു. അഗ്നിയെ ഒതുക്കി. അഗ്നിയെ ഒതുക്കിയ സമയത്ത് ഈ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന്, അതായത് പറയാണ്, ഞാനീ സംഹാരം നടത്താത്തതിനാൽ ഭൂമിദേവി വിഷമിക്കുന്നത് കണ്ടപ്പോൾ എന്നെ തന്നെ മറന്നുപോയതാണ്, ക്ഷമിക്കണം മഹാദേവ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്നും ഒരു കന്യക അങ്ങോട്ട് ജനിച്ചു. ആ കന്യകയ്ക്ക് അപ്പം എന്ത് പേരിട്ടു? മൃത്യു എന്ന് പേരിട്ടു. അതാണ് മരണം. അപ്പം എന്താ മരണം? എങ്ങനെ ഉണ്ടാവുക? വെറുതെ ഈ ആരോഗ്യമുള്ളവരൊക്കെ പോയിട്ടുണ്ട് വലിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഈ മൃത്യു ഇങ്ങോട്ട് രൂപം എടുത്ത് സ്ത്രീയായി നിന്നു. അപ്പം നമ്മൾക്ക് ജന്മം തന്നതല്ലേ, നമസ്കരിച്ചു, അങ്ങ് തൊഴുത് നിൽക്കുക. അപ്പോൾ പറയാണ്, നിന്റെ പേര് മൃത്യു എന്നാണ്. ഭൂമിയിൽ പോയിട്ട് ആ ജീവജാലങ്ങളിൽ കുറേ എണ്ണത്തിനൊക്കെ ഇങ്ങോട്ട് സംഹരിച്ചു കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഈ മൃത്യു ദേവി ചോദിക്കുക, അയ്യോ ഞാനവിടെ പോയി ഒരു തെറ്റും ചെയ്യാത്തവരെയൊക്കെ കൊണ്ടുവരിക മഹാപാപല്ലേ, അതെന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഉറക്കെ ഈ സ്ത്രീ നിന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും വിഷമമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ളൊരു പാഠം കൂടി അവിടെ ഉണ്ട് അല്ലേ. ജന്മം കൊടുത്തതാ, ശരീരത്തിൽ നിന്നുണ്ടായതാ. അപ്പം ഇനി എന്താ ചെയ്യാന്നൊരൊറ്റ കരച്ചില. കരഞ്ഞ് കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ കമണ്ഡലുവിലേക്ക് ആ കണ്ണീരൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പക്വത വന്നിട്ടില്ല, നീ പോയി തപസ് ചെയ്തു വാ. നമുക്കും ജനിച്ചു കൂടുമ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? മാനസികമായിട്ട് നമുക്കൊരു പക്വത വരണം അല്ലേ. നാമജപത്തിന് മുന്നിൽ നടക്കൂ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം അല്ലേ. ടീച്ചറെ പ്രാർത്ഥന അറിയുമോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ അവസ്ഥ. അപ്പോൾ നീ പോയി മനസ്സിന് ശക്തി ഉണ്ടാവാൻ തപസ് ചെയ്തു വരൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒരുപാട് തപസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രന്ഥങ്ങളിലൂടെയുള്ള യാത്ര തന്നെയാണ് നമ്മുടെ തപസ്. മനോബലം കിട്ടാൻ വേണ്ടി, ആത്മബലം കിട്ടാൻ വേണ്ടി പോയി തപസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്, സ്കൂളിലൊന്നും ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറിയിരുന്നില്ല. ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഇത്രയും ധൈര്യം വന്നത്. അതുപോലെ ധൈര്യം കിട്ടാൻ തപസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ഈ കണ്ണീര് അവിടെ എടുത്തു വെച്ചു കേട്ടോ കമണ്ഡലുവിൽ. തപസ്സൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം തിരിച്ചു വന്നു, അച്ഛനെ നമസ്കരിച്ചു. ഇനി എന്ത് പണിയാച്ച പറഞ്ഞോളൂ, ഞാൻ എല്ലാം ചെയ്യാം, ബോൾഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തതെന്നോ ബ്രഹ്മദേവൻ സമാധാനമായി. ഈ കമണ്ഡലു പുറത്തേക്ക് എടുത്തു കൊടുന്നു, സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമ്മൾ അസ്ഥിയൊക്കെ സൂക്ഷിക്കണ പോലെ. അത്രയും മോശമാണ് അത്, അതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ. ഈ കണ്ണീര് കയ്യിലെടുത്തിട്ട് ഭൂമിയിലേക്ക് ഒരറ്റ് തളിക്കല. ആ തളിച്ച കണ്ണുനീര് ആരുടെയൊക്കെ മേല് വീണുവോ അവരുടെയൊക്കെ അസുഖം, അതെന്ന് വെച്ചാൽ രോഗാണുക്കളാണ് അത്ര അതിൽ സൃഷ്ടിച്ചത്. കുറേ ദിവസം എടുത്തു വെച്ചാൽ അണുക്കൾ ഉണ്ടാവില്ലേ വെള്ളത്തിൽ, അതുപോലെ ഈ രോഗാണുക്കൾ വീണ ആൾക്കാരുടെയൊക്കെ മേലെ ഓരോ അസുഖങ്ങളുടെ വിത്തുകളാണ് അത്ര വീണത്. അപ്പോൾ പറയാണ്, മൃത്യു നീ പോയി ഇനി ആ അസുഖം ബാധിച്ചവരെയൊക്കെ ഇപ്പോൾ ഒരു കാരണമായല്ലോ മരിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ ഇത്തിരി കണ്ണുനീരല്ലേ, കുറച്ച് പേരല്ലേ, അതുകൊണ്ടൊക്കെ ഈ ഭൂമിയുടെ ഭാരം തീരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ഒന്നും കൂടി ചെയ്തു അത്രേ.
കുറച്ച് ദുരിതം, അതായത് രാഗദ്വേഷങ്ങൾ, നമുക്ക് രാഗം ആഗ്രഹങ്ങൾ, ദ്വേഷം തമ്മിപ്പോര്, അതായത് കണ്ടുകൂടായ ഈ രണ്ട് വിത്തും കൂടി ഒന്നങ്ങോട്ട് പാവിത്രേ. ആ സമയത്ത് അസുഖമില്ലാത്തവരെ മേലൊക്കെ അതും വീണു കുറച്ച് പേരുടെയൊക്കെ കേട്ടോ, കുലം മുടിയുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തായി, ഇത് രണ്ട് കാര്യങ്ങളാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടാണ് തളരുക, സ്ഥൂല ശരീരം തളരും. കാലന് കുറ്റമില്ലാതിരിക്കാനാ അമ്മ പറയുക. കാലന് കുറ്റമില്ലാതിരിക്കാനേ അവൻ അങ്ങനെ ഒരു അസുഖം വന്നു അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. കാരണം നമ്മളെ തളർത്തണം. നമ്മൾ നായുടെ ജീവൻ പോകുമ്പോലെ പറയില്ലേ, നമുക്ക് ജീവൻ ഇപ്പോൾ കുറച്ച് നേരം നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു കൊണ്ടു ശ്വാസം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ശക്തിയുണ്ട്. കുറേ നേരമൊക്കെ പ്രാണായാമത്തിൽ നമ്മൾ ഇരിക്കും. ഈ ശക്തിയെ ശോഷിപ്പിച്ചാൽ നമ്മുടെ മരണം വേഗം സംഭവിക്കും. എന്തിനത് പറയുന്നോ, പീഡിപ്പിക്കാനല്ല. ഈ അറിവുകളെല്ലാം ഉണ്ടല്ലോ, അറിവിൽ നമ്മൾ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ദേഹം ത്യജിക്കാൻ, അത് ഉറപ്പാണ് മരണം എന്നുള്ളത്. എല്ലാ ജീവജാലങ്ങൾക്കും ജനിച്ച മരണം ഉറപ്പാ. മഹാഭാരതം പറയണത് എന്താ, ദുഃഖസ്യാനന്തരം സുഖം, സുഖസ്യാനന്തരം ദുഃഖം. ദുഃഖത്തിന് ശേഷം സുഖവും സുഖത്തിന് ശേഷം ദുഃഖവും ഉണ്ട് എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ശരീരത്തെ തളർത്താൻ അസുഖങ്ങൾക്ക് കഴിയുമെങ്കിൽ രാഗദ്വേഷം കാമം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം, ഉള്ളിലൊരു മനസ്സുണ്ടല്ലോ. ഡോക്ടർ അവിടെ ചെന്നാൽ അപ്പം എന്താ ചോദിക്കുക, എന്തത്ര വലിയ സ്ട്രെസ്സ്, നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മുടെ മനസ്സ് ഇവരെ എങ്ങനെ വായിക്കുന്നതെന്ന്. അതായത് അസുഖങ്ങളല്ലാത്തവർക്ക് മാനസികമായിട്ട് ടെൻഷൻ. ഇനി നിങ്ങൾ തന്നെ ഒന്നാണ് ചിന്തിച്ചു നോക്കൂ, ഒരസുഖം ഇല്ലാത്തവർക്ക് മനസ്സിൽ പല ചിന്തകളാവൂലേ. ഒന്നെങ്കിൽ കാലുവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ പല പല അസുഖങ്ങളാണ്. ഒരസുഖം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അതിന് കാരണം ഇതാ. ഇനി ഒരസുഖം ഇല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ഒരു അലട്ടലുണ്ട് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ 1 മണിക്കൂറായി, അപ്പൊ നമുക്ക് അത്ര ഒരു മാനസിക വിഷമമൊന്നും തോന്നില്ല. അതെന്താണോ, നമ്മൾ എന്താ ചിന്തിച്ചിരിക്കണേ, ഭഗവാനെ കുറിച്ച്. ഇന്ന് തൈപ്പൂയം പ്രഭാഷണം ടീച്ചർ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. യം ഭാവം സ്മരൻ, ഏതൊരു ഭാവമാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ, നിങ്ങൾ അതന്നെയായിട്ട് അങ്ങോട്ട് മാറും. ഇപ്പൊ ഈശ്വരീയമായ ചിന്ത മാത്രമാകുമ്പോൾ നമ്മൾ ഈശ്വര ചിന്തയിൽ ലയിക്കുമ്പോൾ നമ്മൾ ഈശ്വരനായി മാറുന്നു എന്നാ. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താ, ആത്മാവ്. ആ ആത്മാവ് ജീവനായി മാറും എപ്പോഴാണോ, നമ്മൾ ഈ മായയിൽ മുങ്ങുമ്പോഴാണ്. മായയിൽ ചിന്തകളൊക്കെ വീടും. നമുക്ക് ഏറ്റവും വലിയ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, ഏറ്റവും വലിയ കെട്ട് എന്താണ്, ഈ വീടാ. ആ കയറൊക്കെ അറുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തൊരു ശാന്തിയും സമാധാനം അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കയറിയാൽ തുടങ്ങുക ഈ പ്രാരാബ്ദല്ലേ. കൊട്ടത്തളതാ നിറഞ്ഞു കിടക്കണു, പായ വിരിച്ചിട്ടില്ല, ഇപ്പുറത്ത് വെച്ചിട്ടില്ല. ഇതെന്നെ എത്ര കാലം ഇത് തുടങ്ങിയിട്ട്. ചെയ്യണ്ടെന്നല്ല, കർമ്മമൊക്കെ ചെയ്യണം. അതിലൊന്നും ഒട്ടലില്ലാതെ നിന്നിട്ട് ഒരു തോണി വെള്ളത്തിൽ നിൽക്കും പോലെ നിങ്ങൾ വീട്ടിൽ നിൽക്കണം, ആരോടും ഒട്ടണ്ട. നമ്മളുടെ ലക്ഷ്യം എന്താ, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, ഈശ്വര സാക്ഷാത്കാരം. മരണത്തിനെ ജയിക്കണം. മർത്യൻ എന്നാൽ മരണമുള്ളവനാ. പക്ഷേ മൃത്യോർമ്മ അമൃതംഗമയ, മൃത്യുവിൽ നിന്നും അമരത്വത്തിലേക്ക്, ഭഗവാനിലേക്ക് ഈ ഭീഷ്മാചാര്യർ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഊർധ്വലോകപ്രാപ്തി നേടിയത്, അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മം ഇത്തിരിയൊക്കെ ആയി. നിങ്ങൾ 3/4 ഭാഗവും ചെയ്തു. നമുക്ക് തോന്നുമ്പോൾ ഞാൻ അത്രയൊന്നും ചെയ്തില്ല, ഇവിടെ വന്നിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രഭാഷണ വേദിയിൽ വന്ന് ഈ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. വീട്ടിൽ നിന്ന് പറയും വളരെ ജപവും ഭജനയും എപ്പം നോക്കിയാലും, പക്ഷെ നമുക്കത് താഴെ വയ്ക്കാൻ തോന്നില്ല. റൂം ഒന്നങ്ങടെ അടച്ചിട്ട് പിന്നെ നമുക്കിത് ജപിക്കാൻ തോന്നും. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. മരിക്കാൻ സമയത്ത് ICUവിൽ കൊണ്ടേ കിടത്തിയ കുറേ മുതലകളൊക്കെ ഗജേന്ദ്രനെ മുതല പിടിച്ച പോലെ നമ്മളെ പിടിക്കും. ആരാ, ഈ ഗ്ലൂക്കോസും കുപ്പി അവിടെ തുളച്ച് ഇവിടെ തുളച്ചില്ലേ, കുറേ മൂക്കിൽ കൂടെ കയറ്റി. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ പിടിക്കണ മുതലകളെ. ഒപ്പം അതുവരെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ജീവിച്ചത്, ഭാര്യയ്ക്കായിട്ടാണേലും ഭർത്താവിനായിട്ട്, അവർ ആ ജനലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഓട്ടക്കൂടെ നോക്കും, കഴിഞ്ഞോ അല്ലേ. സത്യത്തിൽ അതിനല്ലേ സംഭവിക്കണേ. അവൾക്ക് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകണം. അപ്പം ആ ഒരു സത്യത്തെ, പൊരുളിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരനോട് നമ്മൾ ചേർന്ന് നിൽക്കും. ഇവിടെ ഈ രണ്ടും പോയപ്പോൾ കുറേ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അങ്ങനെ തളർന്നു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ ഇത് പറഞ്ഞപ്പോൾ മൃത്യുവിനും സന്തോഷമായി. അസുഖം കാരണമാണ് അവർ മരിച്ചെന്ന് ആ വ്യക്തി തീരുമാനിച്ചോളും. അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമം വന്ന് അറ്റാക്ക് അടിച്ചു പോയതാണെന്ന് അവരും വിചാരിച്ചോളും. മൃത്യു ഭൂമിയിലേക്ക് ഇറങ്ങി ഓരോരുത്തരെയായി അദ്ദേഹം കൊണ്ടുപോകാൻ തുടങ്ങിയ മൃത്യുദേവി. ഇങ്ങനെയാണ് മരണം ഉണ്ടായത്. പറഞ്ഞു കൊടുക്കുക അകമ്പനൻ എന്ന രാജാവിന് നാരദ മഹർഷി. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട രാജാവേ, മരണം അനിവാര്യമാണ്. ഇത്രയേ ഉള്ളൂ. പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പൂജ ചെയ്യുന്നത്. പൂജിക്കുമ്പോൾ എന്തൊക്കെ കൊണ്ടുവച്ച് നോക്കൂ. നമ്മുടെ ജീവിതവും ജീവനും ഭൂമി, നമ്മളെ നാലുപുറമുള്ള ഭൗതിക വസ്തുക്കളും ശരീരവും എല്ലാം എന്താ, പഞ്ചഭൂതങ്ങളാ. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങൾ? ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, അല്ലേ? ഇതന്നെ പ്രതിനിധീകരിച്ചിട്ടാണ് തിരുമേനി അവിടെ പൂജിക്കുക. ഒരു കിണ്ടിയും വെള്ളം വെച്ചിട്ടുണ്ടാവില്ലേ?
ചന്ദനങ്ങനെ ചാർത്തി മുരുകനെ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടില്ലേ. ഭൂമിയെ പ്രതിനിധീകരിക്കണ, ഭൂമിയിൽ നിന്നുണ്ടാവുന്ന മരല്ലേ അത് നമ്മൾ കഴിക്കുന്നത്, ഭൂമിയിൽ നിന്നുണ്ടാവുന്ന മണ്ണല്ലേ കുമ്പളങ്ങ മണ്ണല്ലേ, അരി മണ്ണല്ലേ, മണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതുപോലെ ദീപം ധൂപം പത്രം പുഷ്പം ഫലം തോയം. ദീപം എന്ന് പറഞ്ഞ അഗ്നാത്മനാ അങ്ങനെ സമർപ്പയാമി എന്ന് പറയും. അത് കഴിഞ്ഞാൽ വായുആത്മന ധൂപം കൽപ്പയാമി, അഗ്നിയാത്മന ദീപം കൽപ്പയാമി, ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ഇതൊക്കെ അറിയണം. എന്താ ഈ പുഷ്പം വെച്ച് പൂജിക്കാൻ കാരണം അല്ലേ? രാവിലെ മുതൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ജപിച്ചപ്പോൾ ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു കിണ്ടിയും വെള്ളം, ഒരു വിളക്ക്, പിന്നെ നെത്തി പുഷ്പം. നിങ്ങൾ തന്നെ ഇരിക്കുന്ന സ്പേസാണ് ആകാശം എന്ന് പറയുന്നത്. ഈ സ്പേസിനും നമുക്ക് അധികാരമില്ല. ഇതിവിടെ വിട്ടു പോകണം അല്ലേ? എന്ന് ഞാനിവിടെ ഇരുന്നു, കഴിഞ്ഞ കൊല്ലം വേറൊരാളിരുന്നു, അടുത്ത കൊല്ലം വേറൊരാൾ ഇരിക്കണം. അത് പ്രകൃതി നിയമ മാറ്റം, പ്രകൃതി നിയമ. അതിനെ നമ്മൾ മറികടക്കാൻ കഴിയില്ല എന്നുകൂടി അവിടെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളൊരു ഹോമപ്പോൾ രാവിലെ ഗണപതി ഹോമം നടത്തുന്നില്ലേ? ഹോമം നടത്തുന്നത് ദേവതകൾക്ക് വേണ്ടിയിട്ടാണ് എന്നാ പറയുക. എല്ലാം അറിഞ്ഞ് ആരാധിക്കണം. ഇപ്പം നാളെ അവിടെ പോയി നിൽക്കുമ്പോൾ അതേ അഭിഷേകം ഇങ്ങനെ നടത്തുക. രാവിലെ നിങ്ങൾ വന്നൂലേ, ഇപ്പം നേരത്തെ വരുന്നുണ്ടാവുമല്ലോ തൈപ്പൂയൊക്കെ ആയിട്ട്. അപ്പം അതേ അഭിഷേകം നടക്കുന്നുണ്ട്, വേഗം വാ. രാവിലെ തന്നെ അതേ നിർമാല്യം തൊഴണം. നിർമാല്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അടച്ചതുപോലെ തുറന്ന് അങ്ങോട്ട് തൊഴുമ്പോൾ നിർമാല്യം തൊഴുതു. അത് കഴിഞ്ഞാൽ ഭഗവാനെ കുളിപ്പിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. വാഗച്ചാർത്തൊക്കെ കാണാറില്ലേ ഗുരുവായൂർ പോയാൽ? പിന്നെ അത് കഴിഞ്ഞാൽ അലങ്കാരം, അതേ കാര്യങ്ങളെല്ലാ സ്റ്റെപ്പുകളും എല്ലാ ചെറിയ അമ്പലങ്ങളിലും ചെയ്യും. പക്ഷെ ഇവിടെ നിന്ന് നമുക്കതിനൊരു വിലയില്ല. എന്താണോ, കുറച്ച് തിരക്കൊക്കെ ഇടിച്ച് 4 മണിക്കൂറൊക്കെ അല്ലേ, എന്നിട്ട് അവിടെ ചെന്ന് നിന്നാലോ ചിലർ പറയും ടീച്ചറെ കണ്ടില്ല കേട്ടോ, എന്തേ കണ്ണാട കൊണ്ടുപോകാൻ മറന്നേ. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താണ്, പൂവാള ധൃതിയിൽ അതൊക്കെ മറന്നു. മനസ്സിൽ വെറും എന്താ, ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, അവിടെ ചെന്നപ്പോൾ കണ്ണടച്ചില്ലേ, കണ്ണടച്ചിട്ടാ തുറന്നിട്ടാ തൊഴണ്ടേ. അപ്പോഴേക്കും അതായി സംശയം. എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ശക്തിയെ, പ്രപഞ്ചത്തിൽ മുഴുവൻ സർവഭൂത നിവാസോസേ വാസുദേവ നമോസ്തുതേ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ഞാൻ പറഞ്ഞില്ലേ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ സർവ്വത് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരം ഈ 5 എണ്ണം കൊണ്ടുണ്ടാക്കി. ഭൂമിയിലേക്ക് നോക്കൂ, ഇത് മണ്ണാണ്. മേലേക്ക് നോക്കി ആകാശമാണ്. പിന്നെ ഇത് അഗ്നി കാണാം, വായു കാണാം, ജലം കാണാം, മരങ്ങളൊക്കെ കാണാല്ലേ. ഇതൊക്കെ പഞ്ചഭൂതങ്ങളാണ്. ഇതിനൊന്നും ജീവനില്ലല്ലോ. ഈ ജീവനില്ലാത്ത ഇവയ്ക്കെല്ലാം ജീവൻ എവിടുന്നാ കിട്ടിയത്? അതാണ് സർവന്തര്യാമിയായ ഭഗവാൻ. അത് ആത്മാവ്, പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ ഒരു അംശവുമായി വന്ന അംശാവതാരങ്ങളാണ് നമ്മളെല്ലാം, പ്രത്യേകിച്ച് മനുഷ്യർ. മനുഷ്യൻ എന്താ, അറിവിലൂടെ എന്ത് ചെയ്യാം, ഈശ്വരപ്രാപ്തി നേടാനുള്ള കഴിവുണ്ട്. പക്ഷെ പ്രാരബ്ധങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഈശ്വരനിലേക്ക്, ആത്മീയതയിലേക്ക് എത്താൻ കഴിയൂ. ഇപ്പം സന്ധ്യാമത്തെ പല പണി നിങ്ങളതവിടെ കടന്നുണ്ടാവൂലേ? രാവിലെ വന്ന് കൂടിയതല്ലേ നാമജപെന്നും പറഞ്ഞ്. അപ്പോൾ കുറച്ചൊക്കെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വരും. നാളെ അതിൻ്റെ ബാക്കി പണി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ എന്ത് ചലിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഈശ്വരൻ്റെ അംശം ഉണ്ട്. ഞാനും ആ ഈശ്വരൻ്റെ അംശം ഉള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്താ, ജഡം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പേര് പോലും നമുക്കില്ല അല്ലേ? ബോഡി വന്നോന്നല്ലേ ചോദിക്കാറ്, പേര് പോലും നഷ്ടപ്പെട്ടു ആത്മാവ് പോയതോട് കൂടിയിട്ട്. അപ്പോൾ ഈ ആത്മാവ് ഇതിനുള്ളിലില്ലെങ്കിൽ നമ്മളെ ആർക്കും ഒരു വിലയില്ല. അപ്പോൾ ജീവൻ ഇതിലുണ്ട്. ഈ ആത്മാവിനെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കണം. ശരീരം വന്നപ്പോൾ 60 കിലോ ഉണ്ടോ? എത്ര ഉണ്ടായിരുന്നുള്ളൂ? 2 കിലോ. അതന്നെ അമ്മയും അച്ഛനും കഴിച്ച ഭക്ഷണം. എന്നിട്ടോ അമ്മയും അച്ഛനും വളർത്തി വലുതാക്കി ഈ ഭൂമിയിൽ നിന്ന് എടുത്ത ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ തന്ന് നമ്മളെ ശരീരത്തിന് 60 കിലോ ആക്കി. പക്ഷെ നമുക്ക് 4 മടിയാത്താണ്ട് കൊടുക്കാല്ലേ, വാങ്ങിയത് തിരിച്ചു കൊടുക്കണ്ടേ? ഈ പഞ്ചസാരല്ല, വിരുന്നുകാരൻ വന്നിട്ടു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വാങ്ങി പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണ്ടേ? അതുപോലെയാണ് ഈ ശരീരം. ഇത് പഞ്ചഭൂതങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുണ്ടാക്കിയോ ഈ ഭൂമിക്ക് തന്നെ തിരിച്ചു നൽകണം. അതാണ് മരണം എന്ന സത്യം പൊരുൾ നിങ്ങൾ ലളിതമായി മനസ്സിലാക്കി വെച്ചാൽ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. നമ്മളെ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക അല്ലേ? ജപം നടത്തുന്നതിനെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ജപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ആചാര്യ ഭീഷ്മാചാര്യരോട് ചോദിക്കുമ്പോൾ പറയാ, ജപിക്കുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുന്നു. അയ്യോ കുട്ടിങ്ങിയല്ലോ ടീച്ചറല്ലേ, ഒരു നിയമം അറിയാതെ കുറേ ജപിച്ചില്ലേ? പക്ഷെ അഗ്നി പോലെയാണ് നാമങ്ങൾ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് തോന്നും ഞാൻ വലിയ ഗെയിമിയാ, നന്നായിട്ട് എനിക്ക് ബൈക്കായിട്ട് അറിയാം, ഞാനൊന്ന് നല്ലോണം അങ്ങോട്ട് സ്പീഡിൽ പോട്ടെ, കൂടുള്ളവർക്ക് കൂടെ വരാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഒരു കൂട്ടായ്മയോടുകൂടി ചെയ്യുമ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റുന്ന തരത്തിലുള്ള താളത്തിൽ പോവുക, അഹങ്കാരം തോന്നാതെ. മറ്റൊന്ന് പറയാണ്,
രാഗമോഹ കാമക്രോധ ഇത് ഒന്നും ഉണ്ടാവാൻ പാടില്ല മനസ്സിൽ. പിന്നെയോ പരദ്രോഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. മറ്റുള്ളവരെ ചിലരെന്താ പ്രാർത്ഥിക്കുക, അവിടെ വന്നിട്ടില്ലേ എന്താണ് അമ്മണിക്കുട്ടിക്ക് നല്ലോണം കൊടുക്കണം കേട്ടോ, ഭഗവാൻ എന്താ അവൾക്ക് നല്ലോണം അനുഗ്രഹം കൊടുക്കും ഇല്ലേ. നമ്മൾ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട, അവിടെ വന്ന് നിന്നിട്ടേ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ആ ബിംബത്തിനെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കണം. എന്നിട്ട് കണ്ണടയ്ക്കുക. കാരണം അതിനെ ഇവിടേക്ക് വെച്ചു. ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിബിംബം. ഒരു ബിംബം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിബിംബമുണ്ട്. ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ ആ പരമാത്മാവിൻ്റെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇപ്പം അങ്ങനെ തൈപ്പൂയായി ഒരുപാട് പൂജകളും മറ്റുമൊക്കെ കഴിഞ്ഞ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് ആ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകും. ആ ചൈതന്യത്തെ പരമാത്മാവിനെ നമ്മൾ ഈ ജീവാത്മാവിലേക്ക് ആവാഹിക്കലാണ് ക്ഷേത്രാരാധനയുടെ പ്രധാന ധർമ്മം. അപ്പോൾ ആ കണ്ണങ്ങടെ അടയ്ക്കുമ്പോൾ ഇത് എങ്ങോട്ട് കയറി? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലേ? ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കും. നമ്മളപ്പോൾ എങ്ങടാ നോക്കണത്? വിചാരിയൊന്നും ഇല്ല അല്ലേ? 2 കണ്ണുകൾ വെച്ച് തന്നിട്ടുണ്ട്. അടയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ണടച്ച് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക. എന്നാൽ സങ്കടങ്ങൾ ഉണ്ടാവില്ല. പുറത്തേക്ക് നോക്കിയാലോ പിന്നെ സങ്കടം തന്നെ. അപ്പുറത്തെ വീട്ടിൽ ഇതേ കാറ് വന്നിട്ടുണ്ട്, നമുക്കില്ലാലോ, സങ്കടമായില്ലേ? അതെന്താ അവർ വാങ്ങിച്ചു, അതിന് മെയിൻ്റനൻസ് ആലോചിച്ചാൽ നമ്മൾ ആരും അത് വാങ്ങില്ല, ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. നമുക്ക് കിട്ടിയതിന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഇത്തിരി കുറച്ച് ഉള്ളിലായി, ഒരു മെയിൻ റോഡിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ, അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചെന്നു, സുകൃതികളാണ് എന്ന് മനസ്സിലാക്കുക. കാരണം എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്ന് വിളിക്കും, ടീച്ചറെ ഒരു പ്രഭാഷണം ഒന്ന് വെക്കാം, വിചാരിച്ചിട്ട് അങ്ങനെ നടക്കണില്ല കേട്ടോ. അപ്പോൾ ടീച്ചറുടെ ദക്ഷിണ കൊണ്ടൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്തും അത് കണക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ വില ഇട്ടിട്ടില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് ഒരു ബിസിനസ്സാണ്. ആചാര്യ ദക്ഷിണ അതൊരു ചടങ്ങ് മാത്രമാണ്. യജ്ഞം സമർപ്പിക്കുമ്പോൾ പണ്ടത്തെ യജ്ഞത്തിന്, പണ്ടത്തെ യാഗങ്ങൾ, അശ്വമേധ യാഗത്തിന് തുല്യപ്പത്തെ ഈ ജ്ഞാനയജ്ഞം എന്നാ പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ജ്ഞാനയജ്ഞം നടത്തുന്ന ക്ഷേത്രത്തിനടുത്ത്, ഇപ്പം ജ്ഞാനയജ്ഞം നടത്തുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നുമല്ല, ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലോ നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പണ്ടൊക്കെ ഞങ്ങൾ പാലൂര് കോവിലെങ്കിലേ ഇങ്ങനെ എൻ്റെ അമ്മ കൊണ്ടുപോകും, ഇനി കാവടിയൊക്കെ എടുപ്പിക്കും. കാവടി എന്തിനാ എടുക്കണേ? അഭീഷ്ട സിദ്ധിക്കുക. കുട്ടികളൊക്കെ കാവടി എടുക്കണം. ഒരു 7 ദിവസം തന്നെ അമ്മ കുളി നോലുമ്പൊക്കെ തുടങ്ങും ഞങ്ങളതിനെ. അന്ന് ചെറുതാകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ രാത്രിയായാൽ അവിടുന്ന് ബാലയുടെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കും. കൊണ്ടുപോകാൻ ആളില്ല, ഞങ്ങൾ കുറച്ച് അകലാണ്, അവിടുന്ന് നടന്നു പോകണം, അന്നൊന്നും വാഹന സൗകര്യം ഇല്ല. ഇന്ന് ഞാൻ അങ്ങനെ ഓർത്തു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് നാമജപം ചെയ്യുമ്പോൾ അന്ന് കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നില്ല മുരുക. ഇന്ന് ദേ നിറയെ നാമജപവും അലങ്കാരവും കുരുത്തോലയും ഉള്ള ഒരു അമ്പലത്തിൽ തൈപ്പൂയത്തിന് സന്ധ്യയ്ക്ക് ഇന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇതിൽ പരം ഒരു സന്തോഷം എന്താ ഉള്ളേ? അങ്ങനെ സന്തോഷങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ മനസ്സിന് ശാന്തി കൊടുക്കുക. അതിനും കൂടി വേണ്ടിയിട്ടാണ് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ. ഇനി വഴിപാടിനെ കുറിച്ച് കൂടി പറയാം. ഇവിടെ നിങ്ങൾക്ക് എന്താ വഴിപാട്? മുരുകന് പ്രധാനം എന്താ? പഞ്ചാമൃതം അല്ലേ, അല്ലെങ്കിലോ ത്രിമധുരം ഒക്കെ നേദിക്കും. പഞ്ചാമൃതത്തിൻ്റെ പ്രത്യേകത അറിയോ? പഞ്ചാമൃതം നിങ്ങൾ വഴിപാടൊക്കെ ആക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ടാവും. പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 5 അമൃതുകളാണെന്നാണ് പറയുക. 5 അമൃത്. അതുപോലെ തന്നെയാണ് ത്രിമധുരത്തിലും 5 സാധനങ്ങൾ ഉണ്ടായിരിക്കും. 5 അമൃത് ഏതൊക്കെയാ? അത് നിങ്ങൾക്ക് അറിയണ്ടാവൂലേ. ഇപ്പം പറയും കൽക്കണ്ട മുന്തിരി എന്നൊക്കെ പറയും, അതൊന്നും അല്ല. അതതിൽ സ്വാദിന് വേണ്ടി ചേർക്കുന്നതാ. നമ്മൾ അതിൽ ചേർക്കുന്ന തേനും നെയ്യും ഉണ്ടായിരിക്കും. മറ്റൊന്ന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യില്ലേ? അഭിഷേകം ചെയ്യുമ്പോൾ ആദ്യം അഭിഷേകം ചെയ്യുക, തിരുമേനി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, പാലും തൈരുവാ. ഗോമാതാവ് എന്ന് പറയില്ലേ നമ്മൾ, പശുവിൻ്റെ എല്ലാം ശുദ്ധ. അതിൻ്റെ കഥയും വരുന്നുണ്ട് കേട്ടോ മഹാഭാരതത്തിൽ. അത് ഇന്നലത്തെ സ്റ്റേജിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പാലും തൈരും കൂടി അഭിഷേകം ചെയ്യും. പിന്നെ അതിൽ ശർക്കര പാവാക്കിയിട്ട് അതും ചേർക്കും. പിന്നെ തേനും നെയ്യും. ഈ 5 സാധനങ്ങളാണ് പഞ്ചാമൃതം. പിന്നീട് അതിൽ രുചിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏലക്കാപ്പൊടി ചേർക്കും, കൽക്കണ്ടത്തിരി ഇടും, പഴം ചേർക്കും, ഈത്തപ്പഴം ചേർക്കും, പിന്നെന്താ അങ്ങനെ മുന്തിരി ചേർക്കും. അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്റ്റേജ് മാത്രം. അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ത്രിമധുരം കടമ്പുഴയൊക്കെ പോയി വാങ്ങിക്കാറില്ലേ? ത്രിമധുരത്തിൽ എന്തൊക്കെയാ? അത് നമ്മൾ കൽക്കണ്ടം, പിന്നെ മുന്തിരി, നെയ്യ്, തേന്, ഈ 5 സാധനങ്ങളും കൂടി ചേർത്തു. ഈ പഴവും ഉണ്ടാവൂലേ? പഴം ഉണ്ടാവും, കൽക്കണ്ടം, മുന്തിരി, തേന്, പിന്നെ ഇതിനെ നെയ്യും ചേർത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് വെറും മധുരമായി. അതെങ്ങനെ അത്ര മധുരാവുക? തിരുമേനി ഗായത്രി ജപിച്ചുകൊണ്ട് ഒരു തുളസി ഇല അതിലിടും. അപ്പോഴാണ് അതെന്താവുന്നത്?
മധുരം ആവുന്നത്. കാരണം വഴിപാടുകളൊക്കെ നമ്മളാണ് ചീട്ടാക്കൂലേ, ഇതൊന്നും എൻ്റെ പണിയല്ല, എല്ലാം അറിഞ്ഞ് ആരാധിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിയാനുണ്ട്. കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നത്തെ വർഷം പ്രദക്ഷിണത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോയെന്നാവോ? നമുക്കൊരു കുഴപ്പമുണ്ടേ, കുറച്ച് കാലം കഴിഞ്ഞാൽ മറവി ഒരു അനുഗ്രഹമാണ്. പക്ഷേ അതുകൊണ്ടാണ് കൊല്ലം പ്രഭാഷണം വെക്കുന്നത്. പക്ഷെ ഒരേ കാര്യമാവില്ലല്ലോ പറയുക, കേൾക്കുന്നവരും ഒരേ ആൾക്കാരാവില്ല. നമ്മളെ ഭാഗ്യം കൊണ്ട് നമുക്ക് കുറേ വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കാനും പറയാനും പറ്റുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വഴിപാടാണ് കാവടി വഴിപാടും. അത് അഭീഷ്ട സിദ്ധിക്കാണ്. മറ്റൊന്ന് പഞ്ചാമൃതവും. മുരുകനെ ഏറ്റവും ഇഷ്ടം എന്നാ പറയുക. അപ്പോൾ ജ്ഞാനപ്പഴമായ ആ മുരുകനെ ആരാധിക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ ഒരു അനുഗ്രഹം തന്നില്ലേ, അത് തന്നെ വലിയ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഗുരുവായൂർ ചെന്നാൽ അവിടെ നിന്ന് ആളാവണം എന്ന് എഴുതിയപ്പോൾ കഞ്ഞിയും പുഴുക്കും വിളമ്പുക. ഞാനോട് കൂടാ, ഞാൻ ഭക്തയല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മാതൃസമിതി എന്നിട്ടാണ് ചെന്ന് നോക്കൂ, ആ ടാഗ് ഇട്ടവർ നമ്മളെ പിടിച്ച് പുറത്തേക്ക് നിർത്തൂലേ. അതാണ് അവസ്ഥ. എന്തിനാ അങ്ങോട്ട് പോണേ? അങ്ങോട്ട് പോകണ്ടെന്നല്ല കേട്ടോ. നമ്മളെ ആരും പിടിച്ച് പുറത്താക്കാത്ത അമ്പലം നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള അമ്പലം. ആ അമ്പലത്തിൽ മാക്സിമം സൗകര്യങ്ങൾ ഉണ്ടാക്കൽ നമ്മളെ കടമയാണ്. ആരും നമ്മളെ പിടിച്ച് പുറത്താക്കില്ല. ഇവിടെ എന്ത് സൗകര്യം നമ്മൾ ചെയ്താലും, ഇപ്പോൾ കുറേ കസേര ഇവിടെ വന്നൂല്ലേ, പുറത്തുനിന്ന് ആവാം, നിങ്ങൾ സ്പോൺസർ ചെയ്താവാം, അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് സൗകര്യമായില്ലേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ സൗകര്യമായി മാറും. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ അധ്വാനിക്കും, നമ്മുടെ വീടിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യും. ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണ് അത് ചെയ്തതായിട്ട്. ഒരു കല്ലാണെങ്കിലും കൊടുക്കുമ്പോൾ, ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ മഹാഭാഗ്യമാണ് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് 4/1, ഇപ്പോൾ ദിവസം 1 രൂപ, അന്ന് 1 പൈസയായിരുന്നു ശങ്കരാചാര്യസ്വാമി പറഞ്ഞത്. സമ്പാദ്യത്തിൻ്റെ 4/1 നീ ദാനധർമ്മത്തിനായി നീക്കി വെക്കണം. കാരണം ദാനം ചെയ്യുന്നതിലൂടെ ഒരുപാട് നേടിയ വ്യക്തികളെക്കുറിച്ച് മഹാഭാരതം പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? പ്രദക്ഷിണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുകൊണ്ട് അത് പറയേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറയുമ്പോൾ വിഷമം തോന്നരുത് കേട്ടോ, അറിയാൻ വേണ്ടി പറയുന്നതാണ്. വിളക്ക് കത്തിക്കുന്നതും പ്രദക്ഷിണവും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ട് കയറി ചെന്നാൽ പ്രദക്ഷിണം എങ്ങനെയാണ്? ദക്ഷിണ വഴി അല്ലേ? ദക്ഷിണം എന്ന് പറയുമ്പോൾ ഇടത്ത് കൈയിൻ്റെ അതിലൂടെ പ്രദക്ഷിണം. ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരിയിട്ടത്? കിഴക്കും പടിഞ്ഞാറും ഒരു തിരിയിടും. പിന്നെ ഇവിടെ ഈശാനകോൺ എന്ന് പറയും, കിഴക്ക് വടക്ക്. ബാക്കി പിന്നെ കറക്റ്റായിട്ട് അങ്ങനെ ഇടും. ആ വിളക്കിനെ ജ്വലിപ്പിക്കുമ്പോൾ നമ്മൾ അഗ്നിയാണല്ലോ ജ്വലിപ്പിക്കുന്നത്. തീപ്പെട്ടി വരച്ച് ഡയറക്റ്റ് കൊളത്തില്ല നമ്മൾ നിലവിളക്കിൽ. വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ഷേത്രത്തിലെ പൊതുവെ കൊടിവിളക്കാണ് ആദ്യം കൊളുത്തുക. കൊടിവിളക്ക് കൊണ്ട് നമ്മൾക്ക് അമ്പലത്തിൽ ഉണ്ടാവുകതേ നിങ്ങൾക്കറിയാണ്ട. തിരുമേനിയോട് പറഞ്ഞാൽ ചില അമ്പലങ്ങളിൽ തിരുമേനി തന്നെ കൊടിവിളക്കായിട്ട് വന്നിട്ട് നിങ്ങൾ ഹരിനാമ ചൊല്ലിയത് വളരെ നന്നായി. നാമജപത്തോടുകൂടി മന്ത്രമുഖരിതമാവുമ്പോഴാണ് അത്ര പ്രകാശം. അഗ്നി, ഞാൻ പറഞ്ഞ അഗ്നിദേവനാ നമുക്ക് വേണ്ടി വരിക, നമുക്ക് പ്രകാശം തരാനാ. അപ്പോഴല്ലേ ഈ കറണ്ടൊക്കെ വന്ന്. എന്നിട്ട് ആദ്യം എങ്ങോട്ട് കൊളുത്തണം? രാവിലെ കൊളുത്തുകയാണെങ്കിൽ കിഴക്കോട്ട് കൊളുത്തണം, വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാട്ട്. എവിടെയാ? അപ്പോൾ സൂര്യൻ അസ്തമിച്ച് നിൽക്കല്ലേ, സന്ധ്യയ്ക്ക് എങ്ങടാ വിളക്ക് കാണിക്കുക? പടിഞ്ഞാട്ടാണ് കാണിക്കേണ്ടത്. രാവിലെ കിഴക്കോട്ടും. കിഴക്ക് സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഞങ്ങളാരും ഇരുട്ടിലല്ല, ദേ വെളിച്ചമുണ്ടെന്ന് കാണിക്കുക. സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ട് കാണിക്കുമ്പോൾ ഞങ്ങൾ ഇരുട്ടിലല്ല, ദേ ഭഗവാനെ അസ്തമിച്ചോളൂ, ഞങ്ങൾക്ക് അഗ്നിദേവൻ്റെ പ്രകാശമുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു സങ്കല്പം. മറ്റൊന്ന് നല്ലെണ്ണയ്ക്ക് എള്ളെണ്ണയ്ക്ക് ഇരുമ്പ് സത്തുണ്ട്. എന്നുവെച്ചാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അണുക്കളൊക്കെ പുറത്ത് വരുത്രേ, ബാക്ടീരിയയും ഫംഗസും ഒക്കെ. അതിനൊക്കെ നശിപ്പിക്കാൻ ഈ എള്ളെണ്ണയുടെ ഇരുമ്പ് സത്തിന് കഴിവുണ്ട് എന്നാണ് പറയുക. ഇനിയും അങ്ങനെ കത്തിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, രാവിലെയും വൈകുന്നേരവും കിഴക്കും പടിഞ്ഞാറും നോക്കി ചെയ്യുക. പ്രദക്ഷിണമായിട്ട് കത്തിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. അവര് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൊടിവിളക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കയ്യിന് ഇതിനൊരു സപ്പോർട്ട് പോലെ നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. തിരിയിടുകയാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ തൊട്ട് കളിക്കുന്നത് ത്രിദേവതകളോടും ത്രിമൂർത്തികളോടുമാണ്. അങ്ങനെ പ്രദക്ഷിണമായി കൊളുത്തി വന്നിട്ട് പ്രദക്ഷിണം ചെയ്യും പോലെ. പ്രദക്ഷിണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഒരു ദേവനെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ എന്തിനാ വരണേ? ആരാധന ചെയ്യാനാ. നമ്മുടെ ഉപാസനയുടെ ഒരു രൂപം ആണ് ക്ഷേത്രാരാധന. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തലേ ദിവസം തീരുമാനിക്കും നാളെ തൈപ്പൂയാണ് പോകണം അല്ലേ, ഡ്രസ്സൊക്കെ സെറ്റാക്കി വയ്ക്കും. അപ്പോഴേ ആ ദേവൻ്റെ ഭൂതഗണങ്ങൾക്ക് ഉപദേശം കിട്ടുത്രേ. ദേ വളാഞ്ചേരി ഒരു ടീച്ചർ വരുന്നുണ്ട്, ആപത്തൊന്നും കൂടാതെ ഇവിടെ സമയത്ത് എത്തിക്കുക. ആ ഭൂതഗണങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടും കേട്ടോ. എൻ്റെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, ദൂരം ഞാനാണെന്നുള്ളതുകൊണ്ട്. നിങ്ങളെ വീട്ടിൽ വരും ആ ഭൂതഗണങ്ങൾ. രാവിലെ നിങ്ങളെ ഇവിടെ ആപത്തൊന്നും കൂടാതെ എത്തിക്കാൻ നിങ്ങൾ ശുദ്ധമായിട്ട് എങ്ങനെയാ ക്ഷേത്രത്തിലേക്ക് വരണ്ടേ? പഞ്ചശുദ്ധി പാലിക്കണം. ഏതൊക്കെയാ പഞ്ചശുദ്ധികൾ? രാവിലെ നീച്ച ആദ്യം കുളിയല്ലേ,
ആഹാരശുദ്ധി, മനഃശുദ്ധി. കുളിക്കുമ്പോൾ ശരീരശുദ്ധി, മനഃശുദ്ധി. മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് കുളിക്കുക, മന്ത്രജപത്തോടുകൂടി കുളിക്കുക. ഗംഗയെ ഉണർത്തി കുളിക്കണം എന്നാ. ഗംഗയെ ഉണർത്ത എങ്ങനെയാ? ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഇതൊന്നും അറിയില്ലേലും വേണ്ട, അമ്മ ഗംഗാദേവി എൻ്റെ ശരീരത്തിൽ അഴുക്ക് തരികയാണ്, എന്നെ ശുദ്ധാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു കുളിക്കുക. ശരീരവും മനസ്സും ശുദ്ധമായി. അത് കഴിഞ്ഞ് ആഹാരശുദ്ധി, വാക്ശുദ്ധി രണ്ടും വായുടെ ഉള്ളിലായിരിക്കുന്നത്. പഴയ ഭക്ഷണമൊന്നും കഴിക്കരുത്. കഴിയുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ ശുദ്ധമായ വയറോട് കൂടി വരിക. കാരണം പഞ്ചഗവ്യ, പഞ്ചാമൃത് അതൊക്കെ എന്തേ ചെയ്യാവൂ, നമ്മൾ ത്രിമധുരം എല്ലാം വെറും വയറ്റിലാണ് അത്രേ കഴിക്കേണ്ടത്. അതുകൊണ്ട് കഴിയുന്നത് രാവിലെയൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോഴാണ് ഒരു സുഖം. അമ്പലത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, വേണ്ടേ ഒരു നേരം കഴിച്ചില്ല വെച്ചിട്ട് അസുഖം മരുന്നു എന്നുള്ളവരെ ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് അവിടെ ശുദ്ധമായിട്ട്, അപ്പോൾ പിന്നെ ആഹാരശുദ്ധി, വാക്ശുദ്ധി, അങ്ങനെ ശുദ്ധമായ ഭക്ഷണം ഈ മരുന്നിൻ്റെ പ്രശ്നമുള്ളവർ കഴിക്കുക. ആഹാരശുദ്ധി മാത്രമല്ല, നല്ലത് മാത്രം പറയുക. അപ്പം ഇങ്ങനെ പോരുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കൊനഷ്ട് വെച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രദക്ഷിണം വെക്കുമ്പോഴൊക്കെ നമ്മൾ നിശബ്ദത പാലിക്കണം എന്നാലേ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറെയുള്ള സംസാരമൊന്നും ഉണ്ടാവരുത്, നല്ലത് മാത്രം പറയുക. കയറി വരുമ്പോൾ ഇപ്പം എന്താ കേട്ടത് ഇവിടുന്ന്? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും സുഖം കൊടുക്കും ക്ഷേത്ര ദർശനം എന്നാ പറയുക. കാരണം ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് നാമസങ്കീർത്തനം. ചെവിക്ക് സുഖം കിട്ടിയില്ലേ? ഭഗവാന്റെ പ്രസാദം തൊട്ടങ്ങോട്ട് വരയ്ക്കും. ഭസ്മം നീർക്കെട്ട് മാറ്റുന്നത്. ആ ഭസ്മമായാലും ചന്ദനായാലോ തണുപ്പാണ്, നമ്മുടെ ശരീരത്തിന് അപസ്മാരം മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് നമ്മുടെ ത്വക്കിന് അല്ലേ, നാക്കിന് പ്രസാദം കൊടുത്തില്ലേ? ത്വക്കിനും നാക്കിനും സുഖം കിട്ടിയില്ലേ? പിന്നെയോ ചെവിക്ക് സുഖം കിട്ടി. നല്ല വൃത്തിക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് ഭഗവാനെ അലങ്കരിച്ചു വെച്ചിരിക്കണേ. അതിലങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആ പഴനിയിലെത്തിയ പോലെ തോന്നിയില്ലേ? കണ്ണിനെ സുഖിപ്പിച്ചില്ലേ? പിന്നെയോ ആ തിരുമേനി പ്രസാദം തന്നപ്പോൾ ആ രണ്ട് പൂക്കൾ എടുത്തിട്ട് ഒന്ന് ഗ്രാണിച്ചപ്പോൾ മൂക്കിനെ സുഖിപ്പിച്ചില്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ ചെവി, എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും സുഖല്ലേ കിട്ടുന്നത്? അതാണ് ക്ഷേത്രത്തിൽ വന്നാലത്തെ ഗുണം. വീട്ടിലിരിക്കുകയാണെങ്കിലോ ആ നേരം കൂടി ഒരു ചായ വെക്കുകയെന്ന് പറയില്ലേ? അല്ലെങ്കിലോ ആണുങ്ങളാണെങ്കിലോ അവിടെ പോയിട്ട് പച്ചമുളക് വാങ്ങിക്കൊണ്ടിരുന്ന് പറയും. അതിലും സുഖം കിട്ടിയില്ലേ? വേണ്ടാന്നല്ല കേട്ടോ, ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ദർശന സുഖ പറയുന്നത്. ഇനി പ്രദക്ഷിണം ഓരോ ദേവന്മാർക്കും ഓരോ മാതിരിയാണ്. തലേ ദിവസം തന്നെ തീരുമാനിച്ചു, നാമജപത്തോടു കൂടി വേണം ഇങ്ങോട്ട് പോരാൻ. കാരണം ഭൂതഗണങ്ങൾ നമ്മളെ ഇങ്ങോട്ട് വരവേറ്റ് കൊണ്ടുവരിക. അതുകൊണ്ട് ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തൊഴുത് നമസ്കരിച്ച ഈ സമയം അവിടെ ഇരിക്കണം എന്ന് പറയണത് ഏത് ദേവനാണെങ്കിലും, പ്രത്യേകിച്ച് മഹാദേവനാണെങ്കിൽ. കാരണം ഈ ഭൂതഗണങ്ങളെ നമ്മളേനെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോഴൊക്കെ നമ്മളേനെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാലേ നോക്കും. നമ്മളൊരിടത്ത് ഇരുന്നാൽ അവർക്ക് തീരുമാനമായി, അവനവിടെ വിശ്രമിക്കുക, അടുത്ത ആളെ പോയി കൊണ്ടുവരട്ടെ, കുറേ ആൾ വരണ്ടേ, ഇവിടെയൊക്കെ നമ്മൾ ഇത്രയും പേരെ കൊണ്ടുവരണ്ടേ. അല്ലെങ്കിൽ അവർ ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന, ഇല്ലെങ്കിൽ നമ്മളെ കൂടെ വീട് വരെ വീണ്ടും പോരണം. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഒത്തിരി നേരം അവിടെ സമാധാനമായിട്ട് ഇരിക്കണം. കാരണം ആൽമരം പുറത്ത് വിടുന്ന ഓക്സിജൻ, പിന്നെ തുളസിച്ചെടി പുറത്ത് വിടുന്ന ഓക്സിജൻ, പ്യുവർ ഓക്സിജനാണ്. അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രദക്ഷിണത്തിൻ്റെ സംഖ്യ പറയുമ്പോൾ ഒറ്റ പ്രദക്ഷിണം വേണ്ട. പാമ്പുംകാവിൽ തുള്ളലിന് പോകുമ്പോൾ അവിടെ ആരും പാമ്പുംകാവിന് പ്രദക്ഷിണം വെക്കില്ല. അത്രയും അവിടെ ചെന്ന് തൊഴേ വേണ്ടു. അത്രയും ശക്തിയാണ് പാമ്പന്മാർക്ക്. മുരുകൻ്റെ സ്വന്തം അറിയാലോ ആ കഥ. മറ്റൊന്ന് ഒറ്റ പ്രദക്ഷിണം. ഒറ്റ ആർക്കാ കഴിക്കുക? ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണേ വേണ്ടു, അവിടെ തൃപ്തിയായി. പിന്നെയോ 2 സൂര്യക്ഷേത്രങ്ങൾക്ക്, കൊണാർക്കിൽ സൂര്യക്ഷേത്രം, 3 മഹാദേവന്, 4 വിഷ്ണുവിനും ഭഗവതിക്കും, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അരയാൽ വൃക്ഷത്തിന്. കാരണം അരയാൽ വൃക്ഷം നമ്മളിങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ശ്വാസം നമുക്ക് അത്രയും ഓക്സിജൻ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈന്ദവൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സയൻസ് ചേർത്ത് വെച്ചിരിക്കുക. പ്രദക്ഷിണ വിധി മനസ്സിലായില്ലേ? ഇനി പ്രദക്ഷിണം തന്നെ നമ്മുടെ ജീവിതം ചേർത്ത് പറയാം. നമ്മളുടെ ജീവിതത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനം, അതായത് നടന്നോളം പറയില്ലേ ഡോക്ടർ, നല്ല ആരോഗ്യം ഉണ്ടാവും. പിന്നെയോ ഉച്ചയ്ക്ക് പ്രദക്ഷിണം വെച്ചാൽ അഭീഷ്ട സിദ്ധി. ഉച്ചയാകുമ്പോൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദ കൂട്ടുണ്ടാവും. അപ്പം എന്താ? മുക്തിപ്രദന. ഈ വിശപ്പിന് വേണ്ടിയല്ലേ ഈ ഒരു ചാൺ വയറിന് എന്തെല്ലാം ചെയ്യുന്നു, അപ്പോൾ അവിടെ ഭക്ഷണം കിട്ടും. ഉച്ചരിഞ്ഞിട്ട് സന്ധ്യാകുമ്പോൾ പ്രദക്ഷിണം വെച്ചാൽ പാപനാശം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നപ്പോൾ എത്രണ്ണത്തിനെ അറിയാതെ ചെറിയ ജീവികളെ ചവിട്ടിക്കൊന്നുണ്ടാവും. ആ പാപങ്ങളൊക്കെ നശിക്കും. വേറെയും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ മനസ്സല്ലേ മരം ചാടി കുരങ്ങ് പോലെ എന്ന് പറയും. എത്രയൊക്കെ കേട്ടാലും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. അതിനടുത്ത് കൊല്ലം കേൾപ്പിക്കണേ. അത് കഴിഞ്ഞാൽ
നട്ടപ്പാതിരയ്ക്ക് മഹാക്ഷേത്രങ്ങളിൽ പോയി എങ്ങാനും നമ്മൾ പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ ഏത് കാര്യവും നട്ടപ്പാതിരയ്ക്ക് ഗീതയിലെ ഒരധ്യായം നിങ്ങളൊരു 12 ദിവസമാണ് വായിച്ചു നോക്കൂ. നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ച് സത്യം ധർമ്മത്തിൻ്റെ പാതയിലുള്ളതാ വെച്ചാൽ അതങ്ങോട്ട് നടക്കും. അതിൻ്റെ ഒരു സത്യ. നട്ടപ്പാതിരയ്ക്ക് ഭദ്രകാളി ചുടലാ നൃത്തം ചെയ്യില്ലേ, ഭൂതഗണങ്ങളെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്ക് വരും ഭൂതപ്രേതങ്ങളായിട്ട്. ഈ ഭൂതഗണങ്ങളെ സന്തോഷിപ്പിക്കാൻ ഭദ്രകാളി ചുടലാ നൃത്തം ആടുമ്പോൾ മഹാദേവനും കൂടെ ഉണ്ടാവും. അവരെങ്ങനെ നേരിട്ട് കണ്ട, ഭഗവതി നേരിട്ട് കണ്ട പിന്നെ എന്താ മോക്ഷം തന്നെ അല്ലേ. എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം ആണ് മോക്ഷം. ഒന്നിനോടും മോഹമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് മോക്ഷം. എന്തിനാ മോക്ഷം? ശരീരത്തുനിന്നോ മരണമോ അല്ല മോക്ഷം എന്ന് പറയണത്. എല്ലാ വേദനകളിൽ നിന്നും മോക്ഷം കിട്ടും എന്നുള്ളതാ. അതാണ് പ്രദക്ഷിണത്തിന്റെ തത്വം. ഇത് നമ്മുടെ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 25 വയസ്സ് വരെ, ജീവിതത്തിന്റെ ഉച്ച എന്ന് പറഞ്ഞാൽ 25 മുതൽ 56 വരെ റിട്ടയർമെന്റ് വരെയുള്ള സമയം. ജീവിതത്തിൻ്റെ സന്ധ്യാസമയമാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞൊരു 70 വയസ്സ് വരെയൊക്കെ. 70-71 ആകുമ്പോഴേക്കും നമുക്ക് എന്താവും, കുറച്ചും കൂടി ടയേർഡായി. ഇപ്പോൾ 71 കഴിഞ്ഞൊരു കൂടി ഇരിക്കുന്നുണ്ടോ അറിയില്ല, പണ്ടത്തെ മണ്ണൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ഫാറ്റ് ആൻഡ് ലോസ് അല്ലേ, അത്രയ്ക്കൊന്നും പോവില്ല. അപ്പോൾ 70 കഴിഞ്ഞാൽ നട്ടപ്പാതിരയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് പറയുന്നത്. 70 കഴിഞ്ഞാൽ മുത്തശ്ശനോട് നമ്മളിപ്പോൾ പോരുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, മുത്തശ്ശ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കുളിച്ചോളൂ കേട്ടാ. മൂങ്ങയാണ് ഐസ് കൊടുത്തതേ. ദേ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓട്സാണ്, കുടിച്ചോളൂ കേട്ടാ. ഇതാണ്. അപ്പോൾ എന്ത്, അങ്ങ് എത്തുന്നതിന് മുമ്പ് ഭഗവാൻ നിങ്ങളെ ഇങ്ങനെ ഒരു സദസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ, അത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതുക. കാരണം കുറേ കഥകളിലൂടെ പോകുമ്പോൾ ആ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ പൊരുൾ നമുക്ക് മനസ്സിലാവും. എന്തിനാണ് ജന്മം കിട്ടിയത്, എന്തിനാണ് ക്ഷേത്രാചാരങ്ങൾ ചെയ്യുന്നത്, എന്തിനാണ് പ്രദക്ഷിണം വെക്കുന്നത്. ഇനി പ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങോട്ട് വരും, തിരുമേനിയുടെ അടുത്ത് നിന്ന് ആ പൂവും പ്രസാദവും ഇങ്ങോട്ട് വാങ്ങുമ്പോണ്ടല്ലോ എന്താ അപ്പോഴത്തെ ഒരു സുഖല്ലേ. ഒരു തുള്ളി തീർത്ഥം കിട്ടുമ്പോൾ ആ പൂവും പ്രസാദവും 2 കൈകൊണ്ടും ആ ദേവതയുടെ നാമം ചൊല്ലിക്കൊണ്ട് വേണത്രേ പുഷ്പാഞ്ജലി സ്വീകരിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്താ ചൊല്ലണ്ടേ? ഓം ഭജൽ ഭുവേ നമ. അതാണ് മൂലമന്ത്രം. ഓം എന്നും നമ എന്നും ചേർത്താ മൂലമന്ത്രമായി. സുബ്രഹ്മണ്യ രായം 21 തവണ ജപിക്കണം എന്നാ പറയാം. മുരുകനെ ഉപാസനാമൂർത്തിയാണെങ്കിൽ എന്താ സുബ്രഹ്മണ്യ രായം എന്ന് പറയുന്നത്? ഓം ശരവണഭവായ നമ. ഓം ശരവണഭവ, അത് സുബ്രഹ്മണ്യ രായം. അതൊരു 21 തവണ എന്നും ജപിക്കുക. മുരുകനാണ് നിങ്ങളുടെ ഉപാസനമൂർത്തിയെങ്കിൽ. അല്ലെങ്കിലോ ഗായത്രി, നിർബന്ധമായും ഗായത്രി 21 തവണ ജപിക്കുക. ഒരുപാട് കോൺസെൻട്രേഷൻ. പലരും ചോദിക്കുന്നോട് ടീച്ചർ എങ്ങനെയാ ഇങ്ങനെ കാണാതെ പറയണേ? ഒരു വടശ്ശേരി ഹരി നമ്പൂതിരിയുണ്ട്, ഇതന്നെ പണി. ടീച്ചർ ഇരിക്കും പോലെ ഇരിക്കാനും വയ്യ എനിക്ക്, ഇങ്ങനെ കാണാതെ പറയാനും വയ്യ എനിക്ക്. എങ്ങനെ അത് സാധിക്കണേ? അത് നമ്മൾ രാവിലെ സന്ധ്യാവന്ദനം എന്ന് പറയും. വേദം പഠിച്ചു കഴിഞ്ഞ ആചാര്യൻ പറയും 21 ഗായത്രി ശീലിക്കണം. സന്ധ്യാവന്ദനം ചെയ്തതിന് ശേഷം ആ ഗായത്രി ജപം നമ്മുടെ ബ്രെയിനിന് കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്ന. 98 വയസ്സായ തിരുമേനി ഗായത്രി അങ്ങനെ ജപിക്കും. എല്ലാ വേദമന്ത്രങ്ങളും നമ്മൾ പറയില്ലേ, ഒരു പുരുഷ സൂക്തം, നമ്മളൊക്കെ വഴിപാട് കാശ് കൊടുത്തിട്ടാ. പുരുഷ സൂക്തം എന്താണ് എന്ന് വേദം പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ഭാഗ്യസൂക്തം, അതും സൂക്തങ്ങളെ അതിന് എല്ലാവരും കൂടി ചേർന്നിരുത്തി ഐകമത്യ സൂക്തം ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരൊക്കെ അത് എഴുതി പ്രചരിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വേദം പഠിക്കുമ്പോൾ സ്വരിച്ചു ചൊല്ലണം എന്നാ. സ്വരിതം, അനുദാത്തം, ഉദാത്തം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രങ്ങളിലെ അക്ഷരങ്ങളിലാണ് ദേവതകൾ കുടികൊള്ളുന്നത്. ആ അക്ഷരങ്ങളുടെ ശബ്ദം ഉയർച്ചയും താഴ്ചയും ഇല്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ലാന്ന്. കാരണം നാദബ്രഹ്മം ആണ് ഓങ്കാരം. ഓങ്കാരത്തിലാണ് എല്ലാ വേദമന്ത്രങ്ങളും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ശബ്ദബ്രഹ്മമാണ് ഓരോ സൂക്തങ്ങളും. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് ഉയർന്ന കാര്യങ്ങളുണ്ട്. നമ്മളങ്ങനെ പഠിച്ച് ഇപ്പം ജ്ഞാനപാന പഠിച്ചു, ഹരിനാമകീർത്തനം പഠിച്ചു, രാമായണം പഠിച്ചു, ഗീത പഠിച്ചു, ഭാഗവതം പഠിച്ചു, മഹാഭാരതത്തിലൂടെ പോയി ഉപനിഷത്തുകൾ പഠിച്ചു. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ പാകം വന്ന സമയത്താണ് ഒരാൾ ടീച്ചറെ വേദം ക്ലാസ്സിലൊന്ന് ചേരല്ലേ, ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തതാട്ടോ. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ CD ഒക്കെ വെച്ചിട്ടൊന്ന് പഠിച്ചതായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊരു വർഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണമായിട്ടും പഠിച്ചു. നല്ല ഗ്രേഡ് കിട്ടി. സാർ സന്ധ്യാവന്ദനം പഠിപ്പിച്ചു. ഇപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ലൈവ് ക്ലാസ് പോകാറുണ്ട്. അത് വല്ലാത്തൊരു സുഖ. നീളാ സൂക്തമായിരുന്നു എനിക്ക് കിട്ടിയത്. ഓം നീളാദേവീകും ശരണമഹം പ്രപദ്യേ ഗൃണാഹി ഘൃതവതീ. അങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ വല്ലാത്തൊരു സുഖം, ഒരു സുഖം കിട്ടണില്ലേ നിങ്ങൾക്ക്? ശബ്ദബ്രഹ്മമാണ്
വേദം എന്ന് പറയുന്നത്. പക്ഷേ ഈ വേദത്തിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവില്ല വെച്ചിട്ട് ആ ഉപനിഷത്ത് വചനങ്ങളെ വേദാന്തങ്ങളാക്കിയതാണ് ഉപനിഷത്തുക്കൾ. എന്നിട്ടും മനസ്സിലായില്ലെങ്കിലോ വെച്ചിട്ട് അതിനെ ഒന്നും കൂടി ലളിതമാക്കിയതാണ് പഞ്ചമവേദമായ മഹാഭാരതം. പിന്നെയും അതിനെ ഒന്നുകൂടി കുറുക്കിയതാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ 1,24,000 ശ്ലോകങ്ങളാണ്. ഒന്നുകൂടി കുറുക്കിയെടുത്തതാണ് ചെറിയ ഇതിഹാസമായ വാൽമീകി രാമായണം, 24,000 ശ്ലോകങ്ങൾ. പിന്നെയും ചെറുതാക്കിയതാണ് 18 പുരാണങ്ങൾ, അല്ലേ, 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം, ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിനെ നിങ്ങൾ സ്വന്താക്കുക, അല്ലെങ്കിൽ ഒരു നാമത്തിനെ സ്വന്താക്കുക, ഒരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കുക. എന്നും രാവിലെ അത് പറയാൻ വിട്ടുപോയില്ലേ, ലക്ഷ്മി ദേവി പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്ക് കിടന്നുറങ്ങരുത് എന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ടാ? സന്ധ്യ ആകുമ്പോൾ ഉറങ്ങുന്ന വീട്ടിൽ ശ്രീ ഐശ്വര്യ ലക്ഷ്മി ഞാനവിടെ ഉണ്ടാവില്ല, ലക്ഷ്മി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് സന്ധ്യ ആകുമ്പോൾ ഉറങ്ങരുത് പറയണത്. രാവിലെയും 6 മണിക്ക് ശേഷം ഉറങ്ങരുത്. 5:30 വരെയൊക്കെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, ജോലിക്ക് പോകണവരൊക്കെ 5 മണിക്ക് തന്നെ നീക്കില്ലേ. അങ്ങനെ ഒരു സംസ്കാരം ഇല്ലെങ്കിൽ അവിടെ അതപ്പതിനെ ഉണ്ടാവും എന്നാ പറയുക. ഇപ്പോഴത്തെ മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. നട്ടപ്പാതിര വരെ എന്താ ഇതിൽ തന്നെ അല്ലേ? അതെന്താണോ സംസ്കാരം. നമുക്ക് നല്ല ഒരു ആത്മീയ സംസ്കാരം കിട്ടിയാലും നമുക്കത് അപ്ലൈ ചെയ്യാൻ തോന്നാത്തത് ദുരിതം കൊണ്ടാണ്, സുഹൃതം ഇല്ലാത്തത് കൊണ്ടാണ്. സുഹൃതികൾക്ക് മാത്രമേ ഇത് വന്നിരുന്ന് കേൾക്കാൻ തോന്നൂ. ആ ചിട്ടയായിട്ട് ഇപ്പോൾ 5:30 എന്നുണ്ടെങ്കിൽ അലാറടിച്ചാൽ നമ്മളവിടുന്ന് പൊങ്ങും. എന്തായാലും 6:15 ഈ പഞ്ചപാത്രവും താലമായിട്ട് എത്തണം. അതൊരു നിർബന്ധം. അതെന്താ? ആചാര്യൻ പറയുകയാണ് നമ്മുടെ അടുത്ത്, നിർബന്ധമായിട്ടും 21 ഗായത്രി സന്ധ്യാവന്ദനും ശീലിക്കണം, വേദം പഠിച്ചതല്ലേ. അതാ പറഞ്ഞത്, സ്വാധ്യായം ചെയ്യുന്ന ബ്രാഹ്മണരുടെ കൂടെ ഞാനുണ്ടായിരിക്കും. ഞാൻ ജോലി നിർത്തി, 12 വർഷം CBSEയും 4 വർഷം ഗസ്റ്റായിട്ടും പോയി, 3 വർഷം ഹൈസ്കൂളിലും 1 വർഷം ഹയർ സെക്കൻഡറിയിലും ഗസ്റ്റായിട്ടും നിർത്തി. ഞാൻ എല്ലാവരും ചോദിക്കും റിട്ടയർഡ് ആയോ ടീച്ചറെ? റിട്ടയർഡ് ആയിട്ടൊന്നുമല്ല, ടയേർഡ് ആവണവരെ ഇതന്നെ. ഇതെന്തായി പറഞ്ഞതന്നെയല്ലേ സോഷ്യോളജി പറയണത്. എന്നിട്ടോ +1 കുട്ടികൾക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ 5 ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ജോലിക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഇപ്പോഴാണ്. അതായത് ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ആവശ്യം എന്തെങ്കിലും വരുമല്ലോ. മനുഷ്യൻ്റെ ജീവിതമല്ലേ, വേറെ ഒരു സോഴ്സ് അപ്പോഴേക്ക് നമുക്ക് തെളിഞ്ഞു വരും. ഒരാളോട് ഇതുവരെ തരുമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ അതിനുശേഷം വന്നിട്ടില്ല. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, ജോലി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അങ്ങോട്ട് ഉയർത്തും ഭഗവാൻ നമ്മളെ. ലക്ഷ്മി നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അത്ര ആവശ്യമൊന്നും ഇല്ല എന്നങ്ങോട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. തന്നെ നമുക്ക് വേണ്ടത് അതിയായ ആർത്തിയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ മനസ്സിന് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പോൾ ആരോഗ്യം നിലനിൽക്കും, ശരീരവും മനസ്സും നല്ല ബന്ധമുണ്ടല്ലോ. കണ്ണാടി പോലെ ആവണം നമ്മൾ എന്നാ. കണ്ണാടിയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു, കണ്ണാടിയിൽ നമ്മൾ ഒട്ടുന്നുണ്ടോ? ഇല്ല. കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ പോകുമ്പോൾ കണ്ണാടിക്ക് നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരാൾ അവിടെ നിന്നു, നമ്മുടെ കണക്കിൽ ഭംഗി ഇതൊക്കെ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു നീഗ്രോക്കാരൻ അവിടെ വന്ന് നിന്നു, രണ്ടും കണ്ണാടിക്ക് ഒരുപോലെയല്ലേ? ഇതിനാണ് സമാധി എന്ന് പറയുക. അഷ്ടാംഗയോഗങ്ങളെ കുറിച്ച് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുക. എന്നിട്ട് എന്താ പറയണ അറിയോ? യോഗ പഠിച്ചു കഴിഞ്ഞാൽ അഷ്ടസിദ്ധികളൊക്കെ നേടാം കൃഷ്ണ, പക്ഷേ എനിക്കത് വേണ്ടാട്ടോ. എന്തേ? ഈ സമാധി ഇതൊക്കെ നേടിക്കഴിഞ്ഞ് പരകായ പ്രവേശമൊക്കെ ചെയ്യാം, പക്ഷേ ഭക്തി മാത്രം മതി എനിക്ക്. ഭക്തി ഇല്ലെങ്കിൽ അങ്ങേ കിട്ടില്ലാലോ. എന്നിട്ട് എന്താ ചെയ്ത അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഈ നാരായണീയം പറയണോ? 9 മണിയായി. നാരായണീയക്കാരുണ്ടോ? ഉണ്ട്. നാരായണീയം നരൻ രചിച്ചതാ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കഷായം തന്നെയാണ്, ആറ്റി കുറുക്കി വെച്ച ഒരു കഷായം. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം 1036 ശ്ലോകങ്ങളാക്കി ഇങ്ങോട്ട് കുറുക്കി വെച്ചു. അസുഖക്കാർ മുഴുവൻ, ലോകം മുഴുവൻ ഇപ്പം നാരായണീയത്തിൻ്റെ പുറകെ. നാരായണീയത്തിൽ എന്താ ആദ്യം തന്നെ പറയണേ? ഹന്തഭാഗ്യം ജനാനാം. ഹേ കൃഷ്ണ, ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യമല്ലേ എന്ന് അങ്ങനെ തന്നെ ചിന്തിച്ചോളൂ. മഹാഭാഗ്യമാണ് മനുഷ്യനായി ജനിച്ചില്ലേ. കയ്യും കാലും കണ്ണും ബുദ്ധി, എത്ര മെൻ്റൽ ഇറിട്ടാർഡ് കുട്ടികളാ ആയി. ഒരാസ്പത്രി വരാന്ത നിരങ്ങാതെ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞില്ലേ. കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, കാലിന് ചലനശേഷിയുണ്ടല്ലോ, ഇങ്ങനൊരു ജന്മം തന്നില്ലേ കൃഷ്ണ. ഹേ സുബ്രഹ്മണ്യ, ഈ ദേവാങ്കണം തന്നെ അത് ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞില്ലേ. ഇതിലും വലിയൊരു ഭാഗ്യം ഇല്ല. ഹന്തഭാഗ്യം ജനാനാം. അത് കഴിഞ്ഞ് 6ാമത്തെ ദശകം എത്തുമ്പോൾ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം
ദൃഗ്ജഗം വദന്തി എന്നും പറഞ്ഞ വിശ്വരൂപം അങ്ങോട്ട് വർണ്ണിക്കും. അവസാനം എന്താ പറയാ? ഈ ദൃഗ്ജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. 2 ദശകങ്ങൾ കഴിഞ്ഞ പിന്നെ തന്നെ നിരുന്തിരോഗാൻ നിരുന്തിരോഗാൻ. നമ്മൾ തന്നെയല്ലേ പലരും ഇവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഹേ മുരുക, ഇവിടെ വേദന അവിടെ വേദന, മനസ്സിന് വേദന മാറ്റിത്തരണേ, ഒന്നും പറയണ്ടാത്രേ. നമ്മളവിടെ ചെന്നിങ്ങനെ നിന്ന് തൊഴുതാ തന്നെ ഭഗവാൻ സർവന്തര്യാമയെ അല്ല അറിയാം. അതാണ് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് തൊഴുത് നാമം ജപിക്കണമെന്നേ ഉള്ളൂ, കാര്യങ്ങളൊന്നും അവിടെ പറയണ്ട എന്ന് പറയുന്നത്. സമർപ്പണം, നിവേദനം വെക്കണ്ട, നിവേദ്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എത്തുമ്പോഴാണ് ആ ഗോപികാ ഗീതം. അത് കഴിഞ്ഞതാണ് പറഞ്ഞതാ അല്ലേ? അവസാനത്തെ ദശകം എത്തുമ്പോൾ 90 മൊത്തം എന്താണ്? ഗംഗാ ഗീതാജ ഗായത്രി വിജയ തുളസിക ഗോപിക ചന്ദനം തൽ ഏകാദശി നിൽക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതും കഴിഞ്ഞ് അവസാനം പറയാണ് മട്ടേരിപ്പാട് അടച്ചു വയ്ക്കാത്രേ, ഇതൊന്നും മാറില്ല. വയസ്സായവർ പറയില്ലേ ഗുളിക കഴിക്കും മതി, ഇതൊന്നും മാറില്ല എന്ന്. അതുപോലെ കൃഷ്ണ ഈ വാദമൊന്നും മാറില്ല കേട്ടോ, ഞാൻ അടച്ചു വെക്കാന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ ആ നീല വെളിച്ചമായിട്ട് അങ്ങോട്ട് പ്രത്യക്ഷമായി ഇത്രേ. ആ ഓടക്കുഴൽ വിളിച്ച് നിൽക്കണേ. ഏത് രൂപത്തിലാണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങനെയാ. ഈ വേണുഗോപാല രൂപത്തിൽ അങ്ങോട്ട് നിന്നു ഇത്രേ, നീല വെളിച്ചം. എന്നിട്ട് ചോദിച്ചു ഇത്രേ, വട്ടേരിപ്പാടേ പിന്നെ കണ്ടില്ലേ, ഇന്നെ കുറിച്ചൊന്നും എഴുതുന്നില്ലേ? അപ്പോഴാണത്രേ എന്ത് അവസാനം 100ാമത്തെ ദശകം. അത് നീക്ക് ബൈഹേർട്ടായിരിക്കും. അഗ്രേ പശ്യാമി തേജോ നിബിഡതരം. എന്നിട്ട് അവസാനിപ്പിക്കുമ്പോ പറയാണ് ഇത്തം ചിത്തസ്ഥിതം മേ പവനപുരവതി കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ എന്നും പറഞ്ഞ് വീണ്ടും പറയാ. അവസാനം എങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളും പറയില്ലേ എത്രയൊക്കെ ചൊല്ലി തെറ്റിയാവോ? അജ്ഞാത്വാതേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥാക്ഷമേധ. അവസാനിപ്പിക്കാൻ എങ്ങനെയാ? സ്ഫീതം ലീലാവതാരേ ഇതമിഹ ഗുരുദാമായുരാരോഗ്യ സൗഖ്യം. ഏ കൃഷ്ണ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. വേദങ്ങൾ പറയുന്നുണ്ട് അങ്ങയെ കുറിച്ച്, അങ്ങയുടെ അവതാരങ്ങളെ പ്രകീർത്തിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് എഴുതിപ്പോയതാണ്. ഈ ഉള്ളവന്റെ അസുഖം മാറ്റിത്തരണം. മാത്രല്ല 3 കാര്യങ്ങളാ ക്ലോസ് വെച്ചു. ബുദ്ധിമാനാണ്, പണ്ഡിതനാണ്. എന്താ ചോദിച്ചറിയോ? ആയുസ്സും ആരോഗ്യവും സുഖവും തരയണമേ. നമുക്ക് ഒരുപാട് ആയുസ്സുണ്ട്, ഇങ്ങനെ മലന്ന് കിടക്കുക വല്ല കാര്യമുണ്ടോ? ആരോഗ്യമില്ല എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആയുസ് കുറേ ഉണ്ട്, കുട്ടി വലുതാവണിക്കുക അവിടെ കിടന്നു. അല്ലെങ്കിൽ ആരോഗ്യം ഇല്ല, അതുകൊണ്ടും കാര്യമില്ല. ഇനിയിപ്പോൾ ഒക്കെ രണ്ടും ഉണ്ട്, ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലെങ്കിലോ മനസ്സിനൊരു സുഖമില്ലെങ്കിലോ വല്ല കാര്യമുണ്ടോ? അപ്പോൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരയണമേ. അതുപോലെ ഇന്ന് ഈ തൈപ്പൂയ നാളില് ഇവിടെ വന്ന് വൈകുന്നേരം വരെ ഭഗവാന് വേണ്ടി എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് വേണ്ടി തന്നെ. പക്ഷേ ഒരു ക്ഷേത്രം ചൈതന്യവത്താവണമെങ്കിൽ അവിടെ ഭക്തജനങ്ങൾ വരണത്രേ. അപ്പോൾ ഈ തേവർക്ക് ചൈതന്യം കൂടാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് നാമം ജപിച്ച അർച്ചന ചെയ്ത അമ്മമാർക്കും ഇനിയും ഒരുപാട് പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ യജ്ഞം ഭഗവാന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുകയാണ്. ഏതൊരു യജ്ഞം നടത്തിയാലും അതിൽ ചുതി ഉണ്ടാവുന്ന തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, നമ്മൾ മനുഷ്യരല്ലേ. അതുപോലെ പണ്ടൊക്കെ അശ്വമേധയാഗം വലിയ യാഗങ്ങളാണ് നടത്തിയിരുന്നത്, രാജസൂയം. ഇപ്പോൾ അങ്ങനത്തെ യാഗങ്ങളും ഹോമങ്ങളും തപസ്സും ഒന്നും വേണ്ട. കലികാലത്തിൽ ജ്ഞാനയജ്ഞം മന്ത്രജപം മാത്രം മതി. അത് നിങ്ങൾ അഖണ്ഡമായിട്ട് ചെയ്തുല്ലോ. പിന്നെ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആരെങ്കിലും ഒരു ആചാര്യനെ വിളിച്ച്, ആചാര്യ തപസാമ്നായ കഴിഞ്ഞ വർഷം പറഞ്ഞത്, ആ ആചാര്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും കേട്ട് സർവം മറന്നങ്ങനെ ഇരുന്ന് വീണ്ടും എന്ത് ചെയ്യുക? ഇന്നലെ ഉള്ളതിനേക്കാൾ എനിക്ക് ഇന്ന് കൂടുതൽ ഭക്തി ഉണ്ടായി, കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തൊന്ന് ഞാൻ കൂടുതലായിട്ട് ചെയ്തു, അത് ചിന്തിക്കുക. തുടങ്ങാത്തവർ തുടങ്ങിയവർ തുടർച്ചയായിട്ട് ചെയ്യുക, മുടങ്ങാതെ. അങ്ങനെ ഒരു ഉപാസനാമൂർത്തിയെ ആശ്രയിച്ചുകൊണ്ട്, മുത്തശ്ശിമാരൊക്കെ വെറും നാമജപം മാത്രമേ വേണ്ടൂ. രാവിലെ കൊണ്ട് നീട്ടാൻ മുത്തശ്ശിൻ്റെ അമ്മമ്മ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഈ ഭസ്മം എടുത്തിട്ട് ഒരു പൂശല, എല്ലാ സന്തുക്കളിലും പൂശും. നീർക്കെട്ട് പോകാനാണ് സയൻസാ. എന്നിട്ടിരുന്ന് നമശിവായ ഓം നമശിവായ ജപിച്ചാൽ മതി അല്ലേ? സംഹാരമൂർത്തി അങ്ങോട്ട് പോണ്ടേ, ഭസ്മാന്തം ശരീരം. അങ്ങനെ നാമം ജപിക്കാൻ, ആത്മീയതയിൽ ഉയരാൻ ഭാഗവതം പറയും പോലെ ഇന്നത്തേലും ഭക്തി നാളത്തേലും ഭക്തി മറ്റന്നാൾ, ഈ മാസത്തേക്കാൾ കൂടുതൽ അടുത്ത മാസം, ഈ വർഷത്തേക്കാൾ ഈ തൈപ്പൂയ നാളിനേക്കാൾ ഉഗ്രനാവട്ടെ അടുത്ത വർഷത്തെ തൈപ്പൂയം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, യജ്ഞം സമർപ്പിക്കുകയാണ്. നിങ്ങൾ ചൊല്ലിയ ആ മന്ത്രം പൂർണ്ണമായിട്ടും ഞാൻ ചൊല്ലി കേൾപ്പിക്കാം.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.